അപ്പോസ്തല പ്രവർത്തികൾ 3-ാമത്തെ അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ എടുത്തൊരാളൊന്ന് വേഗത്തിൽ വായിച്ചേ. വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മതി. ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അപ്പോൾ പത്രോസ് ആമേൻ ഒരു വ്യക്തിയോട് സംസാരിക്കുക. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പറയും, സിസ്റ്റർ ഞങ്ങൾ പല തവണ കേട്ട മെസ്സേജായത്, പലതവണ ഞങ്ങൾ സിസ്റ്റർ ആമേൻ ഇവിടെ ഒന്ന് ഇരുന്ന് തന്നാൽ ഞങ്ങൾ ഈ ചരിത്രം മുഴുവൻ നന്നായിട്ട് പറയും. എനിക്കറിയാം എന്നെക്കാളും മിടുക്കരായി ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ. ഞാൻ പറഞ്ഞു, മുമ്പ് വന്നപ്പോഴും പറഞ്ഞു, സംസാരിക്കാൻ ഭയങ്കര കഴിവ് കുറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ആമേൻ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഇന്ന് സംസാരിക്കുന്നെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ചില സമയത്ത് സൂപ്പർ ഫാസ്റ്റ്, എനിക്ക് തന്നെ അറിയാം. ഇപ്പം എന്നെ എൻ്റെ സംസാരത്തിൻ്റെ സ്പീഡിനെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. അതൊന്നും എൻ്റെ കൃപയല്ല, എന്തേലും ആകുന്നെങ്കിൽ കർത്താവിൻ്റെ കൃപയല്ല. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നേക്കണം. ഹല്ലേലൂയ. കാരണം നമ്മുടെ മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ, നിങ്ങളുടെ വ്യക്തിത്വത്തെ പോലും മുഴുവനായി മാറ്റിമറിക്കുവാൻ കഴിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ. ഒരു വ്യക്തിയോട് പോലും വ്യക്തി എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് പോലും, എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പോലും ശരിക്കും വായി തുറന്ന് സംസാരിക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. വർഷങ്ങൾ കൂടെ അടുത്തിരുന്ന, കാരണം അത്രത്തോളം ഒതുങ്ങി നിന്നിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എപ്പോൾ അഭിഷേകം വന്നോ അപ്പോൾ മുതൽ കർത്താവിനോട് സംസാരിപ്പാൻ, എഴുന്നേറ്റ് നിൽപ്പാൻ സ്വർഗം എന്നെ ശക്തീകരിച്ചെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ആൾ മാറിയതുപോലെയാക്കി ദൈവത്തിനു വേണ്ടി ചിലരെ ഇതിനകത്തുനിന്ന് സ്വർഗം ഇന്ന് ലേബൽ ചെയ്ത് പുറത്തിറക്കാൻ പോവുക. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇന്ന് പകൽക്കാലം സ്വർഗം എനിക്ക് തന്ന ദൂത് അതാ, ഒറ്റ ദൂത്. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് തനിക്കെന്ന് പറഞ്ഞ് ചിലതിൻ്റെ നെറ്റിമേൽ ലേബൽ തന്നിട്ട്, ഹല്ലേലൂയ, ഇന്നലെ കിട്ടിയ ലേബലായിരിക്കത്തില്ല, വ്യത്യസ്ത തലത്തിലുള്ള ചില ലേബലുകൾ സ്വർഗത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സ്വർഗം അയക്കാൻ പോവുക. ലേബലുകളെ സ്വർഗം മാറ്റും. ലേബലുകളെ ചിലതിന്റെ ലേബലുകൾ ഇന്നലെ നിങ്ങളെ നോക്കി വിധി എഴുതിയ ചില വിധികളെ സ്വർഗം മാറ്റിയിട്ട്, ചില ലേബലുകളെ സ്വർഗം മാറ്റിയിട്ട് സ്വർഗത്തിൻ്റെതായ ഒരു മുദ്ര ഇന്ന് പകൽക്കാലം സ്വർഗം ചിലതിന്റെ മേൽ പതിപ്പിക്കാൻ പോവുക. ദൈവശക്തി ഇന്ന് പകൽക്കാലം ചിലത്തെ ഒരുക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരല്പസമയം ശാന്തമായി ഞാൻ പറയും, നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. അതിനകത്ത് നിങ്ങൾക്കുള്ള നിങ്ങൾ പിടിച്ചെടുത്തോ. ആമേൻ. എനിക്കറിയാം നല്ലൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് ഈ വചനം കേട്ട് കൈയടിച്ച് കളയല്ലേ. നിങ്ങൾ കൈയടിച്ചോ കുഴപ്പമില്ല, ആരാധിച്ചോ കുഴപ്പമില്ല, എനിക്ക് ഒരു വിഷയമില്ല. പക്ഷെ ഒറ്റ കാര്യം, കളഞ്ഞേച്ചു പോകരുത്. ഹല്ലേലൂയ. അടിക്കുന്നതിനൊപ്പം ഹൃദയത്തിനകത്ത് ഇത് പതിഞ്ഞിരിക്കുന്നെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അത്ഭുതങ്ങളായി മാറും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്രയുടെ നടുവിൽ കർത്താവിന് ഞാൻ ചിന്തിച്ചത്, രാവിലെ വൈകുന്നേരം പാസ്റ്റർ എടുത്ത പോലെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇരിക്കാം എന്നാണ് വിചാരിച്ചേ. അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് ചോദിക്കുവായിരുന്നു, കർത്താവേ എന്താ പറയണ്ടേ? പക്ഷേ ഒന്നും ഹല്ലേലൂയ പ്രത്യേകിച്ച് ഒരു മെസ്സേജായിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നില്ല. പക്ഷെ ഒരു കാര്യം ഇങ്ങോട്ട് വന്ന വഴിക്ക് പരിശുദ്ധന്റെ ഹൃദയത്തിൽ പറഞ്ഞു, അസ്ഥി സംബന്ധമായി രോഗങ്ങളോടെ നിൽക്കുന്ന ചിലതിനെ സ്വർഗം തൊടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അസ്ഥി സംബന്ധമായി രോഗങ്ങൾ, എനിക്കറിയാം തുടക്കത്തിൽ ഞാൻ പറയുക, ഇതിനകത്ത് ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും രോഗത്തോടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കണ്ടേച്ചു വന്നെങ്കിൽ നിങ്ങൾ അവരെ ദൈവകരങ്ങൾ കൊടുത്തേച്ചിരുന്നു. ഇന്ന് മീറ്റിംഗ് കഴിയുന്നതിനകം വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധത്തിനകത്തും നിങ്ങളുടെ ഭവനങ്ങളിലും സ്വർഗത്തിലെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ. അത് വിടുതൽ, അനാവശ്യമായ അസ്ഥി വളർച്ച, അനാവശ്യമായി ഇങ്ങനൊരു ഒരു ചിന്ത പരിശുദ്ധ ഇങ്ങനെ ഒരു ആലോചന പരിശുദ്ധാത്മാവ് തന്നു. 2-ലധികം തവണ ഒരേ കുടുംബത്തിനകത്തോ ഒരു വ്യക്തിയുടെ ശരീരത്തിലോ അസ്ഥികൾ പൊട്ടിയ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സ്വർഗം തൊടാൻ പോകും. ഏതെങ്കിലും കുടുംബങ്ങൾക്കകത്ത് ഒരു വ്യക്തിക്ക് അസ്ഥി പൊട്ടലുണ്ടായി, അടുത്ത് കുറേ ദിവസം കഴിയുമ്പോൾ അടുത്ത വ്യക്തിയിലും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ ഒരേ വ്യക്തിയിൽ തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെയുള്ള വിഷയങ്ങളെയും ഇന്ന് പകൽക്കാലം തൊടും.
ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. സ്വർഗം അത്ഭുതം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തേക്ക് വരട്ടെ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഒരു വ്യക്തിയോട് സംസാരിക്കുക. ആരോടെന്നറിയാമോ? ആമേൻ ഈ ആമേൻ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിൽ ആമേൻ പൗലോസും ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ ആമേൻ ആമേൻ കടന്നു പോകുക. എങ്ങോട്ടാ? ആമേൻ ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു. ആമേൻ ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം നേരത്ത് ആമേൻ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നു, സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ആമേൻ ഇവരെത്തുകയാണ്. ചെല്ലുന്ന സമയത്ത് ഇവർ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരു മനുഷ്യനെ ചിലർ ചേർന്ന് ആ ഗോപുരവാതിൽക്കൽ ഭിക്ഷ യാചിക്കുവാനായി കൊണ്ടിരുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ എത്ര വർഷമായി ഇതിന്റെ പതിവെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യന്റെ പ്രായം 40 വയസ്സ് എന്ന് തുടർന്നുള്ള അധ്യായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 വയസ്സ്, ഒരു 12 വയസ്സ് കഴിഞ്ഞ് ഒരു 15 വയസ്സൊക്കെ ആയപ്പോൾ ഇവന്റെ ഈ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഈ മനുഷ്യന് ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കുഞ്ഞു പ്രായമാകും മാതാപിതാക്കളാണല്ലോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പല വൈദ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവരൊക്കെ പറഞ്ഞു, ജന്മനാലുള്ളതാ, ഇതിന് ആമൻ വെച്ച് കെട്ടിയാലും നിവർത്തി പിടിച്ചാലൊന്നും ഇത് നിവർന്നു വരികയില്ല, അതുകൊണ്ട് ഇവൻ എന്നും മുടന്തനായിരിക്കും. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി മുടന്തനായി ജനിച്ചത് കൊണ്ട് ജോലി ചെയ്യാൻ ഒക്കത്തില്ല, ഇവന്റെ മേലെന്തോ ശാപമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇവനെ ഒരു ആജീവനാന്ത ഭിക്ഷക്കാരനാക്കി മാറ്റാം. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് അതിന് ലൈസൻസ് ഒക്കെ വേണം, അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആദറൈസ്ഡ് ഭിക്ഷക്കാരനായിട്ട് ഈ മനുഷ്യൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരൊക്കെയോ ചേർന്ന് ഇവനെ ആ ഗോപുരത്തിങ്കൽ കൊണ്ടു ചെന്നിരുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ മനുഷ്യനൊരു ലേബൽ ഉണ്ടായിരുന്നു, ഇവൻ മുടന്തനാണ്, ഇവൻ ഭിക്ഷക്കാരനാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ ചർച്ചക്കാരായിരിക്കുന്നവർ പലർക്കും പല ലേബലും തന്ന് അടച്ചൊതുക്കിയ മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ലേബലിനെ മാറ്റുവാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ലോകം നിങ്ങളുടെ മേൽ ചാർത്തി തന്ന ചില ലേബലുകൾ, ചിലരാ നിന്നെ ഇരുത്തിക്കളഞ്ഞ ചില മണ്ഡലങ്ങൾക്കകത്ത് സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ ഹല്ലേലൂയ ആർക്കും തടയാൻ കഴിയാത്തതുപോലെ ചില ലേബലുകൾ മാറാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ചിലർക്കൊരു ചിന്ത, ഒന്ന് ഉറങ്ങിയാൽ എന്തോ, അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? ഹല്ലേലൂയ. ആരെങ്കിലും കണ്ണടച്ചോന്ന് എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ടാ കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല, വാസ്തവമായിട്ട് സമ്മതിക്കത്തില്ല. നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഒന്നേ ഞാൻ അടുത്തിരിക്കുന്നവരെ കൊണ്ട് അടിച്ചിളക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മൈക്കും കൊണ്ട് അവിടെ വന്ന് നിങ്ങളെ അടിച്ചിളക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉറങ്ങാമെന്ന് ആരും വൃഥാ ചിന്തിക്കരുത്, പാഴാണത്. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞു, നിങ്ങളെ ഒന്ന് ആമേൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, എന്താ സിസ്റ്റർ അത്ര നിർബന്ധം തോന്നി? ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു പണ്ട്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ ഉറങ്ങുന്നത് കാണുമ്പോഴേ നമുക്ക് ഈ ഹല്ലേലൂയ ഒരു വികാരം വരും. ഹല്ലേലൂയ. ആമേൻ. ആ വികാരം അതേ അളവിൽ വന്നില്ലെങ്കിലും ചെറിയ അളവിൽ എനിക്ക് വരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങുന്ന കാണാൻ. ആമേൻ. ഹല്ലേലൂയ. ആ നേരത്തെ വരുന്ന വികാരം ആമേൻ ദേഷ്യമായിരുന്നെങ്കിൽ ഇപ്പം വരുന്ന വികാരത്തിൻ്റെ പേര് നിരാശ എന്ന്, വിഷമമെന്ന്. ഞാൻ ഇത്രയും കിടന്ന് കാറി കൂവി പ്രസംഗിച്ചിട്ട് എന്നാലും എൻ്റെ മുമ്പ് ഇരുന്ന് ഇവർ ഉറങ്ങുന്നല്ലോ എന്നൊരു വിഷമം, ആ വിഷമത്തിന്റെ പുറത്ത് നിന്ന് ചെയ്തു പോകുന്ന നിങ്ങൾ ക്ഷമിച്ചേക്ക്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ആമേൻ. അപ്പോ ഈ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഈ മനുഷ്യൻ എന്ത് ചെയ്ത കൊണ്ടിരുത്തുക. ഹല്ലേലൂയ. എത്ര വർഷമായി? കുറഞ്ഞതൊരു 30 വർഷം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു, 25 വർഷത്തിന് മേലായി ഈ മനുഷ്യനെ ഈ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ആമേൻ ആമേൻ എന്താ പറയുക, ലേബലുള്ള ഭിക്ഷക്കാരനായിട്ട് കൊണ്ടിരുത്തുക. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ ജോലി എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹല്ലേലൂയ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ഇരുന്ന് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഭിക്ഷ ചോദിക്കും. വരുന്നവരോട് എന്തെങ്കിലും തരണമേ, എന്തെങ്കിലും തരണമേ എന്ന് കരം നീട്ടി ഈ മനുഷ്യൻ ഭിക്ഷ ചോദിക്കും. ഹല്ലേലൂയ. എല്ലാ ദിവസവും പതിവുള്ളതാ ഇത്. ഈ മനുഷ്യന് പ്രത്യേകതയുള്ളതൊന്നുമല്ല. ഒരിക്കൽ ആമേൻ
പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ദൈവാലയ ഗോപുരത്തിങ്കലേക്ക് കയറി ചെല്ലുകയാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ തങ്ങൾ പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇവരെ കണ്ടിട്ട് ഇവരുടെ നേരെ കൈനീട്ടി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വല്ലതും എനിക്ക് വല്ലതും തരണം. ഹല്ലേലൂയ. എനിക്ക് വല്ലതും തരണം. ഹല്ലേലൂയ. ഈ സമയത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയിട്ട് സ്വന്തമായിട്ട് സാധാരണ പുരുഷന്മാര് പോക്കറ്റ് അവരുടെ പോക്കറ്റ് അങ്കിയല്ലേ പോക്കറ്റ് ഇവിടെ ആയിരുന്നിരിക്കാം. അപ്പൊ ഒന്ന് തപ്പി നോക്കി, മനസ്സിലായി പോക്കറ്റിനകത്ത് ഒന്നുമില്ല. ഹല്ലേലൂയ. ഇദ്ദേഹം നോക്കുമ്പോ ഹല്ലേലൂയ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ മനുഷ്യൻ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാ നോക്കുന്നേ. ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, ഇപ്പോഴും ഹല്ലേലൂയ നോട്ടം ഇടാന്ന് ചോദിച്ചാൽ പോക്കറ്റിനകത്തോട്ട്. എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പത്രോസ് യോഹന്നാനോടുകൂടെ ഈ മനുഷ്യനെ ഉറ്റു നോക്കിയിട്ട് എൻ്റെ ചിന്ത പോക്കറ്റ് കൈയിട്ട് കാണും, കൈയിട്ടേച്ച് പറയുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഇവർ ഞങ്ങളെ നോക്കെന്ന് പറഞ്ഞു. ഈ മനുഷ്യനൊന്ന് ഉറ്റു നോക്കുന്നത് നോട്ടം എവിടെയെന്നറിയാമോ? കയ്യിൽ നിന്ന് എടുക്കുന്ന, പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസയിലോട്ടാ നോട്ടം. പത്രോസ് പറഞ്ഞു, അങ്ങോട്ട് നോക്കണ്ട, ഒന്നുമില്ല, ഞാൻ ചുമ്മാ തപ്പി നോക്കിയത്. ഹല്ലേലൂയ. ഇദ്ദേഹം പറയുക, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് വേറൊന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പത്രോസ് അപ്പോസ്തലനെ അങ്ങ് പറഞ്ഞത് വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന്? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സമ്പത്ത് തനിക്കില്ലെന്ന് പറയുമ്പോ എന്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലനെ അങ്ങക്ക് മോശം തോന്നിയില്ലേ, നാണക്കേട് തോന്നിയില്ലേ? ഹല്ലേലൂയ. പത്രോസിന് പറയാനൊന്നുണ്ട്, ഒരു സാധാരണ വെള്ളിയോ പൊന്നോ കൊടുത്തൊതുക്കാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. കാരണം ഒരിക്കൽ ഞാനും വിചാരിച്ചത് എന്റെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ശൂന്യമായിരുന്ന സമയത്ത് ഞാനൊന്ന് ചിന്തിച്ചത് എനിക്ക് ചിലത് കിട്ടുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ട് പത്രോസ് ധൈര്യത്തോടെ പറയുക, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ചോദിച്ചു നോക്കിയേ അപ്പോസ്തലനെ എന്താ പശ്ചാത്തലം, എന്തുകൊണ്ടാ ധൈര്യമായിട്ട് വെള്ളിയും പൊന്നും ഇല്ലെന്ന് പറയാൻ കാരണം എന്താ? പത്രോസിന് പറയാനൊന്നുണ്ട്. പണ്ടൊരിക്കൽ നമ്മുടെ വേദഭാഗം നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, പണ്ടൊരിക്കൽ യേശു എന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടുമ്പോ ഹല്ലേലൂയ അന്ന് എനിക്ക് യേശു വെറും ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. നോക്കുമ്പോ സാധാരണ യഹൂദ ഗുരുക്കന്മാരോടുകൂടെ കുറച്ച് ആളുകൾ ഉള്ളതുപോലെ യേശുവിനോടുകൂടെ കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവിനോടുകൂടെ ചെറിയൊരു പുരുഷാരമായിരുന്നില്ല എപ്പോഴും ഉണ്ടായിരുന്നത്, ഒരു വലിയ പുരുഷാരമുണ്ടായിരുന്നു. കുറച്ചധികം ആളുകൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത് ആര് കണ്ടു? പത്രോസ് കണ്ടു. ഒന്ന് ചിന്തിച്ചു നോക്ക്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വന്നിരുന്ന വല കഴുകുകയായിരുന്ന പത്രോസ് ഹല്ലേലൂയ നിവർന്ന് നോക്കിയപ്പോ കാണുന്ന ഒരു കൂട്ടം പേർ നടന്നു വരുന്നത്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അന്വേഷിക്കത്തില്ലേ? ഒരു 5 പേര്, ഒത്തിരി ഒന്നും വേണ്ട, റോഡിന്റെ സൈഡിൽ 5 പേര് കൂടിയിരുന്നു. ഞങ്ങൾ ഈ സ്ഥിരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. 5 പേര് റോഡിന്റെ സൈഡിൽ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ വണ്ടിയിൽ 10 പേരുണ്ടെങ്കിലും 15 പേരുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കും. ഏത് മുതൽ അവിടെ കൂടി ഇരിക്കുവാണെങ്കിൽ ആ കൂടി ഇവിടെ നിന്ന് തുടങ്ങും നോക്കാൻ. നമ്മൾ അങ്ങ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യും? അവരെ തന്നെ എന്താ അവിടെ പ്രശ്നം നമുക്ക് അറിയണം. അപ്പോ പത്രോസ് വല കഴുകിക്കൊണ്ടിരുന്നു, ശരിയാ. പക്ഷെ യേശു വരുന്നത് കണ്ടപ്പോ പത്രോസ് നോക്കിക്കാണത്തില്ലേ? നോക്കിക്കാണും. അടുത്തിരുന്ന് ആരോടൊക്കെ ചോദിച്ചു, ആരാ വരുന്നേ? എന്താ ഇത്ര ഒരു വലിയ കൂട്ടം ഉണ്ടല്ലോ, എന്താ പറ്റിയേ? ഹല്ലേലൂയ. ആരൊക്കെ പറഞ്ഞു യേശു വരിക. ഹല്ലേലൂയ. വചനം പറയുന്നു പുരുഷാരം മുഴുവനും യേശുവിൻ്റെ അടുക്കൽ വചനം കേൾക്കാനായി തിക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവിന് മനസ്സിലായി എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്ന് വചനം പ്രസ്താവിക്കണം. യേശു നോക്കി. ഹല്ലേലൂയ. എന്തിനാ നോക്കിയതെന്നറിയാമോ? ഈ ജനത്തെ ഉപദേശിക്കാൻ എനിക്കൊരു സ്ഥലം വേണം, സേഫായിട്ടൊന്ന് കയറിയിരിക്കാൻ. ഹല്ലേലൂയ. യേശു ഒന്ന് നോക്കുക. ഇന്ന് പകൽക്കാലം ഇതിനകത്തും കർത്താവ് നോക്കുന്നുണ്ട്. കർത്താവിനൊന്ന് കയറിയിരിക്കാൻ ഇടമുള്ള തൻ്റെ ലേബലൊന്ന് വെക്കാൻ ഇടമുള്ള എവിടെയും ഉണ്ടോന്ന് യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോഴുണ്ട് ഒരു പടക് പരാജയം എന്ന ലേബലൊട്ടിച്ച്, ലോകത്തിന്റെ ലേബലൊട്ടിച്ച്, ശൂന്യതയുടെ ലേബലൊട്ടിച്ച് ഹല്ലേലൂയ കിടക്കുക
ഇടക സൈഡിൽ നോക്കുമ്പോഴുണ്ട് കൂടെ ഒരുവനുണ്ട്, അവന്റെ പേര് പത്രോസ്. ഹല്ലേലൂയ. വചനം പറയുന്നു, പടകുകളെ നോക്കുമ്പോ അതിൽ ഒന്നിൽ യേശു കയറി. ആരുടെ പടകില്? ശീമോനുള്ളതായ ഒന്നിൽ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ലോകത്തിന്റെ ലേബലൊട്ടിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലർ ചേർന്ന് തകർച്ചയുടെയും നിരാശയുടെയും വേദനയുടെയും ശൂന്യതയുടെയും കടബാധ്യതയുടെയും രോഗത്തിന്റെയും ലേബലൊട്ടിച്ച് നിന്റെ ജീവിതത്തിനകത്തേക്ക്, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സ്വർഗം ഇന്ന് പകൽക്കാലം ഒന്ന് നോക്കിയാൽ ആ നോട്ടത്തിന് അവൻ വേറൊരർത്ഥം കൂടെ ഉണ്ട്. അവൻ ആ നോട്ടം നിങ്ങളുടെ മേൽ വീണാൽ അതൊരു സാധാരണ നോട്ടമല്ല. ലോകം നോക്കുന്നത് പോലല്ല സ്വർഗം നമ്മളെ നോക്കുന്നത്, മനുഷ്യന്മാര് നോക്കുന്നത് പോലല്ല സ്വർഗം നമ്മളെ നോക്കുന്നത്. ലോകം നോക്കുമ്പോ കഴിഞ്ഞ ചരിത്രത്തിന്റെ പരാജയം മുഴുവനും അവരുടെ കണ്ണിന്റെ മുമ്പിൽ വരുമെങ്കിൽ, ക്രിസ്തു നോക്കുമ്പോ അടുത്ത് നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളെ, നിന്നിലൂടെ ചെയ്തെടുക്കാൻ പോകുന്ന ദൈവപ്രവർത്തികളെ മുഴുവനും ക്രിസ്തു നിന്നിലൂടെ കാണും. എന്നെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് തീരെ സിമ്പിൾ അല്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഈ വചനം തീരെ സിമ്പിൾ അല്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചോ, ആമേൻ. ലോകം നമ്മളെ നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താ? ഇന്നയാളിൻ്റെ മകൾ ഇന്ന വീട്ടിൽ, ഇന്നയാളിൻ്റെ മകൻ ഇന്ന വീട്ടിൽ, ഇന്ന രീതിയിൽ, ഇന്ന ജോലിയിൽ, ഇന്ന രോഗത്തോടെ, ഇന്ന ഹല്ലേലൂയ തകർച്ചയോടെ, ആമേൻ. ഹല്ലേലൂയ. പല ലേബല. എന്ത് വെച്ചിട്ടാ നമ്മളെ കാണുന്നേ? ഇന്നലത്തെ ലേബിൽ വെച്ചിട്ടാ. ഹല്ലേലൂയ. യേശുവിനെ മനുഷ്യന്മാർ അവിടെ ആമേൻ ലോകം കണ്ട എന്ത് പേരിലായിരുന്നു? തച്ചൻ കൊച്ചനാ, തച്ചന്റെ മകനാ. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? എന്റെ കൂടെ ഉണ്ടോ? കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവിനെ നോക്കുമ്പോ എന്ത് ലേബലിലാ ലോകം നോക്കിയേ? യേശു കർത്താവ് പ്രസംഗിക്കുമ്പോ ആത്മീക ധൈര്യത്തോടെ, ആത്മാവിൽ ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോ ഇവർ പരസ്പരം ഇരുന്നിട്ട് പെറുപെറുക്ക്. ഇത് തച്ചനാ യോസേപ്പിന്റെ മകനല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? ഹല്ലേലൂയ. പരസ്പരം. അപ്പൊ നമ്മളെ നോക്കിയിട്ട് ലോകം പറയുന്നത് എന്തുവാ? ഇന്നയാളിന്റെ മോളല്ലേ? ഹല്ലേലൂയ. യേശു കർത്താവ് ഒന്ന് നോക്കിയാലുണ്ടല്ലോ, ആ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഇന്നലകളെയല്ല. കർത്താവ് നോക്കുന്നത് കർത്താവ് വന്നു കഴിയുമ്പോഴുള്ള നമ്മുടെ മുൻപോട്ടുള്ള ലൈഫിനെ കുറിച്ചാണ്. ആ കർത്താവിന്റെ ലേബൽ നിന്റെ മേലൊട്ടിച്ചു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ മുൻപോട്ടുള്ള ലൈഫിനെ കുറിച്ചാ സ്വർഗം നോക്കുന്നത്. ആമേൻ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുക, ഇന്നലകളുടെ തകർച്ചകളെ ലേബലെ മാറ്റുവാൻ ഒരുവൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ആ ലേബൽ നിന്റെ മേൽ വീണാൽ, ആ ലേബൽ നിന്റെ നെറ്റിമേൽ പതിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ പിടിക്കാൻ പോകുക. ഇന്നലകൾ നിങ്ങളെ നോക്കി പറഞ്ഞ സകല വ്യക്തികളും ആശ്ചര്യപ്പെടുമാറ്. ഇന്നലകൾ നിങ്ങളെ നോക്കി അതിർവരം വിട്ട സകല വാക്കുകളും ഹല്ലേലൂയ ആമേൻ നിഷ്ഫലമായി പോകുമാറ് ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരേ കാര്യമാണ് സംഭവിക്കുന്നത്. എന്തുവാണ്? നോക്കുക. പക്ഷെ നോക്കുന്നത് എങ്ങനെ? രണ്ട് വ്യക്തികളാ. ഒന്ന് മനുഷ്യനും രണ്ട് ലോകവും. ലോകം നോക്കിയാൽ അവൻ ശൂന്യമായ പടക് കാണും. ലോകം നോക്കിയാൽ എടുത്തുചാട്ടക്കാരനായ പത്രോസിനെ കാണും. ലോകം നോക്കിയാൽ ഹല്ലേലൂയ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ധാർഷ്ട്യമുള്ള പത്രോസിനെ കാണും. ഹല്ലേലൂയ. അതേസമയം ആമേൻ ഹല്ലേലൂയ സ്വർഗം നോക്കിയാൽ നാളുകളിൽ ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 പേരെ ദൈവരാജ്യത്തിനകത്ത് കയറ്റുന്ന ആമേൻ ഹല്ലേലൂയ പത്രോസിനെ കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സ്വർഗം അങ്ങനെ കണ്ടിരിക്കുന്ന ചിലരുണ്ട്. സ്വർഗം നിങ്ങളെ തൊടാൻ പോവുക. ഇന്നലകളിലെ ലേബലുകൾ മാറ്റി, ഇന്നലകളിലെ അവസ്ഥകൾ മാറ്റി നിന്നെ മൂടുവാൻ ശ്രമിക്കുന്ന ചിലതിന്റെ നടുവിൽ നിന്ന് എനിക്കറിയത്തില്ല, പരിശുദ്ധം ഇങ്ങനെ പറയുന്നു, ചിലതിനെ ആഴങ്ങൾക്കകത്തുനിന്ന് ഡിഗ് ചെയ്ത് കുഴിച്ച് പുറത്തെടുക്കുന്നത് പോലെ. എനിക്കറിയത്തില്ല, പരിശുദ്ധം ഇങ്ങനെ പറയാൻ പറയുക, ചിലതിനെ അവൻ മൂടിക്കളയുവാൻ ശ്രമിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ആഴങ്ങൾക്കകത്തുനിന്ന് കരം പിടിച്ച് ചില കുഴിച്ച് മൂടുവാൻ നോക്കുന്ന ചിലതിനെ മാറ്റി കളഞ്ഞേച്ച് നിന്നെ പുറത്തെടുക്കുന്നത് പോലെ ഒരു അസാധാരണമായ അനുഭവം സ്വർഗം ചെയ്യാൻ പോകുക. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടോ എനിക്കറിയത്തില്ല. ചില വിഷയങ്ങൾ വന്ന് നിങ്ങളെ മൂടാൻ നോക്കുക.
ഒന്നിന് പുറകെ ഒന്നായി. എനിക്കറിയത്തില്ല, സ്വർഗം പറയുക, ഞാൻ ചിലതിനെ കുഴിച്ചെടുക്കാൻ പോകുക. അതിനകത്തുനിന്ന് ചില കുഴികളെ തോണ്ടി, ചില കുഴികളെ തോണ്ടി ഞാൻ ചിലതിനെ പുറത്തെടുക്കാൻ പോവുക. സ്വർഗം നിങ്ങളോട് പറയുക, നിന്നെ മൂടുവാൻ ചുറ്റും നിന്ന് അവൻ നിന്നുകൊണ്ട് പരിഹാസം കൊണ്ട് ഒതുക്കിക്കളയത്തക്ക രീതിയിൽ നിന്നെ മൂടുവാൻ തക്കവണ്ണം ചുറ്റിലും ജാഗ്രതയോടെ നിൽക്കുന്ന ചിലർ കാണേ നിന്റെ മേൽ വന്ന് വീണ് ചില വിഷയങ്ങൾക്കകത്തുനിന്ന് അതിനെ കുഴിച്ച് നീ എന്ന നിധിയെ സ്വർഗം പുറത്തെടുക്കാൻ പോവുക. കാരണം ലോകത്തിന് നീ വിലയുള്ളവനല്ല, ലോകത്തിന് നീ വിലയുള്ളവളല്ല. പക്ഷെ സ്വർഗം പറയുന്നു, നീ എനിക്ക് വിലയേറിയവന്, മാന്യനുമോ. ഇതൊന്നും ഈ പ്രസംഗത്തിനകത്തുള്ളതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അതിനകത്ത് ആരോട് സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമായി അറിയാം. ഹല്ലേലൂയ. ചിലതിനകത്ത് ഒതുക്കിക്കളയാൻ തക്കവണ്ണം ലോകം ആമേൻ എന്താ പറയുക ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. നീ ഒന്ന് വീണ് കിട്ടിയാൽ, നീ ഒന്ന് താണു കിട്ടിയാൽ, നീ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ എന്ന് പറഞ്ഞ് തത്രപ്പാടോടെ അവൻ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധമോ പറയുക, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന അതേ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഒരുവന്റെ കരം ചിലതിനെ വകഞ്ഞു മാറ്റിയിട്ട് നിന്നെ തേടി തനിക്ക് വിലയേറിയവന് തനിക്ക് മാന്യനുമായിരിക്കുന്ന നിന്നെ തേടി സ്വർഗത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്നുണ്ട്. ചിലതിനെ ദൈവം പൊക്കിയെടുക്കാൻ പോവുക. നിന്നെ ലോകം തള്ളിയിട്ട് ആ കുഴിക്കകത്തുനിന്ന്, നിന്നെ ലോകം ഒതുക്കി കളഞ്ഞ ആ കുഴിക്കകത്തുനിന്ന്, ആ പ്രശ്നത്തിനകത്തുനിന്ന്, ആ പ്രതികൂലത്തിനകത്തുനിന്ന് സ്വർഗം നിന്നെ പുറത്തെടുക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. പത്രോസിനെ കർത്താവ് നോക്കിയപ്പോൾ എന്താ നോക്കിയെന്നറിയാമോ? പത്രോസിന്റെ പരാജയത്തെ അല്ല, ഹല്ലേലൂയ, ലേബൽ കർത്താവ് കണ്ടു, ശരിയാ ആമേൻ. പക്ഷെ കർത്താവിന്റെ നോട്ടം ആ ലേബലിൽ ഒതുങ്ങിയില്ല. അതിൽ നിന്ന് മുൻപിലേക്ക് സ്വർഗം നോക്കി. ആമേൻ. ഈ ലേബലൊന്ന് മാറ്റി ഒട്ടിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്കറിയാമോ ആമേൻ, അന്ന് വരെ ഇടുക്കിക്ക് വന്നുകൊണ്ടിരുന്ന ബസ്സാണെങ്കിലും ലേബൽ മാറ്റിയാൽ അത് തൃശ്ശൂരോട്ടും ഓടും. ഹല്ലേലൂയ. ലേബൽ ഇടുക്കിയാണെങ്കിൽ ഇടുക്കി വരെ വരത്തുള്ളൂ. ലേബൽ മാറ്റുമ്പോൾ അത് തൃശ്ശൂർ വരെ പോകുമെങ്കിൽ അതുപോലെ ലോകത്തിന്റെ ലേബലുകളെ മാറ്റിയിട്ട് സ്വർഗം ചിലതിനെ തനിക്കുള്ളതാക്കി അവൻ ദൈവത്തിന്റെ മഹത്വത്തെ ചില ദേശങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുക. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ചിലരെ സ്വർഗം ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് കാണുന്നു. ലോകമിട്ട ചില അതിർവരമ്പുകളെ ഇന്ന് പകൽക്കാലം അവൻ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ഞാൻ ബ്രേക്ക് ചെയ്യുക. ചില അതിർവരമ്പുകൾ മാറി ജനം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ചിലതിന് ഇതിനകത്തുനിന്ന് വേണം. ചിലരുടെ അതിർവരമ്പുകളെ സ്വർഗം പൊട്ടിക്കും. മനുഷ്യരിട്ട്, ലോകമിട്ട്, നിങ്ങളുടെ ചർച്ചക്കാരിട്ട് ചില അതിർവരമ്പുകളെ സ്വർഗം പൊട്ടിക്കും. ഹല്ലേലൂയ. ആമേൻ. പത്രോസിനെ യേശു കണ്ടു, വന്നു, ആമേൻ, പടകിൽ കയറി. വചനം പറയുന്നു, പരാജയപ്പെട്ടിരുന്ന പത്രോസിനോട് യേശു പറയുക, ആഴത്തിലോട്ട് നീട്ടി മീൻപിടുത്തത്തിന് വലയിറക്കുക. പത്രോസ് പറയുക, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഹല്ലേലൂയ, ഒന്നും കിട്ടി. ആരും പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. ഹല്ലേലൂയ. ചിലർക്ക് ചില പ്രത്യേക നേച്ചർ, അത് ഇൻബോണാ, അവരുടെ ജീവിതത്തിൽ അവരുടെ കൂടെ ജനിക്കുന്നത്. ഹല്ലേലൂയ. അവർ വളർന്നു വരുമ്പോൾ അവരുടെ കൂടെ വളരുന്ന സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ആമേൻ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെന്ന പത്രോസ് പറഞ്ഞ. ഇതേ കടലിൽ, ഇതേ പടകിൽ, ഇതേ വലയും കൊണ്ട് ഇറങ്ങിയാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞേ? പത്രോസ് പറഞ്ഞേ. എന്നിട്ട് പറയുക, എങ്കിലും, ഹല്ലേലൂയ, ഞാൻ പറയാം, ജീവിതത്തിനകത്ത് ചില എങ്കിലും, ഹല്ലേലൂയ, ദൈവമായി റിലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ചില എന്നാൽ, എങ്കിലും എന്നുള്ള ചില വാക്കുകളില്ലേ, അതിന് നമ്മുടെ ജീവിതത്തെ തിരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിന്റെ തിരിവെന്ന് പറഞ്ഞാൽ ഈ എങ്കിലുമാ.
ഹല്ലേലൂയ. പത്രോസ് പറയാ, ഇന്ന് വരെ ഞാൻ ആരുടെയും വാക്കിന് വില ഇറക്കിയിട്ടില്ല, ഇന്ന് വരെ ഞാൻ ആരുടെയും ശബ്ദത്തിന് ചെവി കൊടുത്തിട്ടില്ല. കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അടിക്കാൻ കയ്യോങ്ങുന്ന മനുഷ്യനാ പത്രോസ്. ഒന്നും ക്ഷമയോടെ കേൾക്കത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞു തുടങ്ങുമ്പോഴേ പുള്ളിക്കാരൻ അങ്ങ് റൈസ് ആവും. അതാ പത്രോസിന്റെ പ്രകൃതം. ഹല്ലേലൂയ. പത്രോസ് പറയും ഒക്കെ ശരിയാ, പക്ഷെ ഇത്ര നേരത്തെ വചനം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു എങ്കിലും പറയാൻ തോന്നുക. ഹല്ലേലൂയ. ആമേൻ. എങ്കിലും ഹല്ലേലൂയ, ചാൻസ് ഇല്ല എങ്കിലും ഹല്ലേലൂയ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. ആ ഒരെങ്കിലും പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ആമേൻ. പകൽക്കാലത്ത് മീൻ പിടിക്കാൻ പോകാറില്ല, പോകുന്നത് രാത്രിയില്. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട പത്രോസിനോട് ആമേൻ യേശു പറയുക, എടാ പകല് ചാൻസ് ഇല്ല ശരിയാ, അല്ലെ പകല് സാധ്യതയില്ല ശരിയാ, പക്ഷെ എന്റെ വാക്കിന് നീ വലയിറക്കാൻ തുടങ്ങിയ പകലാണേലും രാത്രിയാണേലും ശരി, സാധ്യത ഉണ്ടേലും ഇല്ലേലും ശരി, എന്റെ വാക്കിന്റെ മുൻപിൽ പ്രകൃതിക്ക് മറുത്തു നിൽക്കാൻ കഴിയത്തില്ല. ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ആമേൻ പ്രകൃതിക്ക് മറുത്തു നിൽക്കാൻ കഴിയത്തില്ല. ജീവിതത്തിനകത്തുള്ള അസാധ്യതകളെ നോക്കി നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്നോട് പറയുക, നിനക്ക് വേണ്ടി സ്വർഗം ഒരു വാക്കയച്ചാൽ ആ ദൈവത്തിന്റെ ശബ്ദത്തെ അവൻ തടയുവാൻ ലോകത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. 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 പത്രോസ് പറയുക, കർത്താവേ ചാൻസ് മുഴുവൻ രാത്രിയിലാ കിടക്കുന്നേ, സാധ്യത മുഴുവൻ രാത്രിയിലാ കിടക്കുന്നേ. ഹല്ലേലൂയ. യേശുവിന് പറയാനൊന്നുണ്ട്, സാധ്യത നോക്കിയിട്ടല്ല എന്റെ ശബ്ദം ചലിക്കുന്നേ. പണ്ട് പാഴും ശൂന്യമായി കിടന്നതിനെ നോക്കി എന്റെ ശബ്ദം പുറപ്പെട്ടപ്പോ അവൻ ശൂന്യതയ്ക്കകത്തുനിന്ന് ഭൂമിയും അതിലുള്ള സകലതും മനുഷ്യന് വേണ്ടി ഉളവായി വന്നെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം തന്റെ മക്കളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇല്ലാത്തതിൽ നിന്ന് സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളവനെ ഞാൻ പ്രസംഗിക്കുന്നേ. വിശ്വസിക്കുന്നവരുണ്ടോ? നിന്റെ ജീവിതത്തിനകത്ത് പാഴായി കിടക്കുന്നവനെ നോക്കി, ശൂന്യമായി കിടക്കുന്ന മണ്ഡലത്തെ നോക്കി, ഓ സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളവനോ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളെ തൊടുന്നത്. ഈ ക്ലോക്കിന് ഭയങ്കര സ്പീഡാന്ന് തോന്നുന്നല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് പറയാൻ സാധ്യതയില്ല കർത്താവേ, പക്ഷേ എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ മറുതലിക്കത്തില്ല, അങ്ങയുടെ വാക്കിന് ഞാൻ നോ പറയത്തില്ല. പത്രോസ് യേശുവിൻ്റെ വാക്കിന് വലയിറക്കി. ഒറ്റ തവണ ഇറക്കിയപ്പോൾ രാത്രിക്കാലം മുഴുവനും പത്രോസിൻ്റെ വല കൊണ്ട് ഓടിയ മീൻ ആമേൻ ഹല്ലേലൂയ ശബ്ദം കേട്ടപ്പോൾ അടുത്തു വരിക ആമേൻ വന്നു. ആമേൻ നമുക്ക് വേണ്ടി ആളെത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പത്രോസിൻ്റെ വലക്കകത്തോട് ഞാൻ പറയുക, കേറാൻ സ്ഥലമില്ലെങ്കിലും ഇവന്മാർ ഇടിച്ചു കയറി. ഹല്ലേലൂയ. ഞാൻ പറയുന്നേടോ, ഈ മീന് പറയുക, ഇത് എന്തോരം ചെറിയ വലയാ, ഇതിനകത്തോട്ട് കേറാൻ ഒക്കുന്നില്ല, എന്നാലും കേറാണ്ടിരിക്കാൻ പറ്റത്തില്ല. കേറാൻ സ്ഥലമില്ലേലും നമ്മൾ ഈ ചില KSRTC ബസ് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ അവിടോട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെക്കാളും മുമ്പാണെന്നൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ കൂടുതലാണ്. മുമ്പാണെങ്കിൽ ഈ സ്ഥലം കാണത്തില്ല, പക്ഷെ കറക്റ്റ് ടൈമിൽ സ്കൂളിലെത്തണമല്ലോ. അപ്പോൾ പഠിക്കലും പുറകിൽ ഇങ്ങനെ മേളിൽ കയറി സംഭവം വെക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ലാഡർ പോലത്തെ ഒരു സംഭവം, അതിലും കൂടെ ആൾ കാണും. അവർ പറയും കയറാൻ സ്ഥലമില്ല, എന്നാലും ഞങ്ങൾ കയറിയേ പറ്റും. അതുപോലെ പത്രോസിൻ്റെ വല കണ്ടപ്പോൾ, കർത്താവിൻ്റെ ശബ്ദം കേട്ടേച്ചുള്ള പത്രോസിൻ്റെ വല കണ്ടപ്പോൾ എല്ലാം കൂടെ ഓടി വന്നിട്ട് പറയുക, പത്രോസ് അവിടെ കിടന്ന്, ഞാൻ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ പറയുക, പത്രോസ് ഇത്രയും ഉണ്ടെന്ന് മനസ്സിലാക്കി പത്രോസ് പതുക്കെ കയറി, മതിയെന്നേ, എനിക്ക് മതി, എൻ്റെ പടകം നിറഞ്ഞ് അടുത്ത പടകം നിറഞ്ഞ് മതിയെന്നേ എന്ന് പറയത്തില്ലായിരുന്നോ? ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ഒറ്റ ശബ്ദത്തിന് മീൻകൂട്ടങ്ങളെല്ലാം കൂടെ പത്രോസിൻ്റെ വലയിലകത്തോട്ട് വന്ന് കയറുക. ഹല്ലേലൂയ. പത്രോസിന് മനസ്സിലായി, ഞാൻ കണ്ടുമുട്ടിയത് സാധാരണക്കാരനായ വ്യക്തിയല്ല. ഇന്നലകൾ ഞാൻ കണ്ട മനുഷ്യനെ പോലെ ഒരുവനെ അല്ല. ഞാൻ ഇന്ന് പകൽക്കാലം കണ്ടുമുട്ടിയത്, ഞാൻ എന്നാലും 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 എന്ന് പറഞ്ഞ് എന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യിക്കുവാൻ കാരണക്കാരനായത് ഒരു സാധാരണ വ്യക്തിയല്ല. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ, വാക്കുകൊണ്ട് സകല ചരാചരങ്ങളെയും വരുതിക്ക് നിർത്തുവാൻ കഴിവുള്ളവൻ, ഇല്ലാത്തതിൽ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള എന്റെ മുൻപിൽ നിൽക്കുന്നത്
അത് പത്രോസ് മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? നിന്റെ ജീവിതം പടുകുഴിയിലേക്ക്, താഴ്ചയിലേക്ക്, തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇന്ന് പകൽക്കാലം സ്വർഗത്തിന്റെ കരം നിന്റെ പിന്നാലെ ഇറങ്ങി വരിക. ഏത് താഴ്ചയിൽ നിന്നും നിന്നെ കരം പിടിച്ച് ഉയർത്തി പുറത്തെടുക്കുവാൻ എന്റെ ദൈവം ശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് മനസ്സിലായി, ഞാൻ കണ്ടുമുട്ടിയത് സാധാരണക്കാരനല്ല. 2 പടക് നിറച്ചു. തൻ്റെ പടകും അടുത്ത് കണ്ട പടകിനെ മാടി വിളിച്ച് 2 പടകും നിറച്ച് തിരിച്ചു കരയിലോട്ടുള്ള യാത്രയിൽ പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാ, അതുകൊണ്ട് എന്നെ വിട്ട് പോകണം. കർത്താവ് പറയാം, പോകുന്നതിനിപ്പോൾ എനിക്ക് എന്നാ പ്രശ്നം, ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഹല്ലേലൂയ, നീ തിരിച്ചറിഞ്ഞോണം പത്രോസേ, നീ ഇന്ന് മീൻപിടുത്തക്കാരൻ്റെ ലേബലാണ് നിൽക്കുന്നേ. പക്ഷെ നിന്റെ ലേബൽ മാറും, നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. പത്രോസിനൊന്നും മനസ്സിലായില്ല. പത്രോസിന്റെ ചിന്ത എങ്ങനെയല്ലേ യേശു ഒന്ന് എന്നെ വിട്ട് പോയാൽ മതിയെന്ന. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ പടകിനകത്തോട് ഞാൻ വന്നത് വിട്ടേച്ച് പോകാനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ജീവിതത്തിന്റെ പ്രതിസന്ധി വേളകളിൽ എത്ര നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരും. അവിടെ നമ്മൾ വിചാരിക്കും, മുമ്പോട്ട് പോകണോ അതോ പുറകോട്ട് പോകണമോ എന്ന്. ഹല്ലേലൂയ. ആ സമയത്ത് ആമേൻ, എന്ത് തെരഞ്ഞെടുക്കണമെന്ന് അറിയാൻ കഴിയാത്തതുപോലെ നിൽക്കുന്ന സമയത്തും കർത്താവിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, യേശുവിനെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഞാൻ യേശുവിനോടുകൂടെ മുന്നോട്ടെന്ന് പറഞ്ഞ് യേശുവിനെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചായിരിക്കത്തില്ല. നിങ്ങളുടെ ജീവിതം മാറുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചായിരിക്കും. ഇതിനകത്ത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്വർഗം കണ്ടിരിക്കുന്ന ചിലരുണ്ട്. സ്വർഗം കണ്ടിരിക്കുന്ന ചിലരുണ്ട്. സ്വർഗത്താൽ ദൃഷ്ടി വീണ ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ കൂടെ നീ അകപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകന്ന് പുറത്തെടുക്കുവാൻ സ്വർഗം ശക്തിയുള്ളവൻ. നിന്നെ മാത്രമല്ല, നിന്റെ ഭവനത്തെ മുഴുവനായി. വചനം പറയുന്നു, നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ വീണപ്പോ നോഹയുടെ കുടുംബവും മുഴുവനും പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചെങ്കിൽ നിന്നിലേക്ക് ദൈവത്തിന്റെ ദൃഷ്ടി വീണ നീ മാത്രമല്ലോ, നിന്റെ കുടുംബമായി സ്വർഗം പുറത്തെടുക്കാൻ പോവുക. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പത്രോസിന് മനസ്സിലായി, കർത്താവിന് ആമേൻ ഹല്ലേലൂയ എന്നെ വേണം. പക്ഷെ കർത്താവ് നിർബന്ധിക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗത്തിന് വേണം. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ദേശത്തിനകത്ത് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന നക്ഷത്രങ്ങളാക്കി നിർത്തുവാൻ സ്വർഗത്തിന് താല്പര്യമുണ്ട്. പക്ഷെ ഡിസിഷൻ നിങ്ങളുടേതാ. ഞാൻ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വന്ന അവസ്ഥയിൽ പോകാം, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. വന്നിരുന്നത് പോലെ, ഓ ആ സിസ്റ്റർ എന്തൊക്കെയോ പ്രസംഗിച്ചു, പാസ്റ്റർ എന്തൊക്കെയോ പ്രസംഗിച്ചു, ഞങ്ങളെല്ലാം കേട്ടു, കുറേ പേര് കൈയടിച്ചു, ഞാനും ചേർന്ന് കൈയടിച്ചു. ഹല്ലേലൂയ. കാര്യം കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു, വീട്ടിൽ വന്നു സ്വസ്ഥമായി. അതേ മൈൻഡോടെ നിങ്ങൾക്ക് പോകാം. ഹല്ലേലൂയ. പക്ഷെ അതിലുപരിയായി സ്വർഗം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മറ്റൊന്നുണ്ട്. ഹല്ലേലൂയ. കഥ പറയാം, നീ മീൻ പിടിക്കുന്ന വ്യക്തിയല്ല പത്രോസേ, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. 2 ചോയ്സ് പത്രോസിന്റെ മുമ്പിൽ നിൽക്കുക. 1, മുമ്പിൽ നിൽക്കുന്ന വലയുണ്ട്. 2, കർത്താവ് മുൻപിൽ വെച്ച ഓഫറുണ്ട്. ഹല്ലേലൂയ. 2നെ നോക്കിയിട്ട് പത്രോസ് പറയും, ഞാനിപ്പോ എന്താ ചെയ്യുക? ഹല്ലേലൂയ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നേ? 2 നിൽക്കുക. പത്രോസ് 2നെയും കൂടെ വിലയിരുത്തി. ഹല്ലേലൂയ. പത്രോസിന് മനസ്സിലായി, ഇത്രയും ദിവസമുണ്ടായിരുന്ന തകർച്ചയെ, ഇത്രയും ദിവസമുണ്ടായിരുന്ന പരാജയത്തെ, ഇത്രയും ദിവസമുണ്ടായിരുന്ന തോൽവിയെ, ഹല്ലേലൂയ, ആമേൻ, ആ കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ പടകിനകത്തോട്ട് വന്നപ്പോ അതിനെ മാറ്റി ഒരു നിറവാക്കി മാറ്റാൻ, അതിന്റെ ശൂന്യതയെ മാറ്റി എന്നെ നിറയ്ക്കാൻ ആ കർത്താവിന്റെ പ്രസ
പ്രസൻസിന് കഴിഞ്ഞെങ്കിൽ, ആ കർത്താവിന്റെ ഒരു വാക്കിന് കഴിഞ്ഞെങ്കിൽ, എന്റെ ജീവിതത്തിനകത്ത് വിലയേറിയത് 2 പടകിൽ കിടക്കുന്ന മീനല്ല, ആ മീനിനെ പിടിച്ചെടുത്ത് അവൻ വലയല്ല, അവൻ എനിക്ക് സ്വന്തമായി ഉണ്ടെന്ന് പറഞ്ഞ പടകല്ല, അതിലും വലിയ സമ്പത്ത് എന്റെ മുൻപിൽ നിൽക്കുന്നവനാ. ഇത് തിരിച്ചറിയുന്നവരുണ്ടോ ഇതിനകത്ത്? ഇത് തിരിച്ചറിയുന്നവരുണ്ടോ? ഇത് തിരിച്ചറിയുന്നവരുണ്ടോ? കർത്താവ് ഈ ലോകത്തിന് നന്മയല്ല, ഈ ലോകത്തിന് അനുഗ്രഹമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, എന്റെ സമ്പത്തല്ല, കുടുംബ മഹിമയല്ല, ഏറ്റവും വലിയ സമ്പത്ത് എന്റെ യേശുവാന്ന് പറയുന്നവർ. പലർക്കും പറ്റുന്ന പരാജയം എന്താണെന്നറിയാമോ? നന്മ കെട്ടിക്കഴിയും പിന്നെ യേശുവിനെ വേണ്ട. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇതിനകത്ത് വിശ്വാസത്തിൽ നിൽക്കുന്നവരും വിശ്വാസികളുണ്ട്, ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എത്രയോ പേർ നമുക്കൊപ്പവും നമുക്ക് മുന്നേയും നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധി വന്നിട്ടുണ്ട്. നടുവേദനയായിട്ട് വന്നു, വേദന മാറി പിന്നെ മീറ്റിങ്ങിന് വരാത്ത എത്ര പേരുണ്ട് അറിയാമോ? ഹല്ലേലൂയ. അവൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി മാറി പിന്നെ കർത്താവിന് വേണ്ടാത്ത എത്രയോ പേരുണ്ട്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ലല്ലോ, എനിക്കറിയാം. ഹല്ലേലൂയ. വിഷയങ്ങൾക്ക് പരിഹാരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് വേണ്ടാത്തവർ. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം ഒരു സൈഡിനും വെച്ച് അതിനിപ്പുറത്ത് യേശുവിൽ നിന്നിട്ട്, ഹല്ലേലൂയ, നിനക്കിതിലേത് വേണം? എന്നെ വേണോ അതോ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ സമ്പത്തിനല്ല നിന്റെ വിഷയത്തിന്റെ പരിഹാരത്തെ വേണമോ എന്ന് ചോദിച്ചാൽ, കർത്താവേ മറ്റൊന്നും കിട്ടിയില്ലേനോ, എനിക്ക് യേശുവിനെ കിട്ടിയാൽ മതി, എനിക്ക് യേശുവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് കർത്താവിനെ സെലക്ട് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ട്? ഞാൻ പറയൂ, നിന്റെ ലേബൽ മാറും, 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 മാറും. എനിക്കറിയത്തില്ല, ഇതിനകത്ത് ആരോ ഈ മെസ്സേജിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥയെ സ്വർഗം മാറ്റുക, നിങ്ങളുടെ ലേബലിനെ സ്വർഗം മാറ്റുക. ഇന്നലകൾ നിങ്ങൾ യേശുവിനെ അറിഞ്ഞ വ്യക്തി തന്നെ ആയിരിക്കാം. ഇന്നലകൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ നിങ്ങൾ കർത്താവിനെ അവൻ വചനം പഠിക്കുന്നവർ, വചനത്തിൽ നിൽക്കുന്നവരുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കാം. ഇന്ന് പകൽക്കാലം സ്വർഗത്തോട് പറയുക, കർത്താവേ, ഈ ലോകത്തിൽ അങ്ങേക്കാൾ ഉപരിയായി മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ലോകത്തെ വിട്ടേച്ച് ഞാൻ അങ്ങയുടെ പിറകെ ഇറങ്ങിയത്. ആരും എന്നോട് കൂടെ ഇല്ലെങ്കിലും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി. പറയുമോ? ഞാൻ പറയും, ചേഞ്ച് ആകും, നിങ്ങളുടെ അന്തരീക്ഷം ചേഞ്ച് ആകും. ആമേൻ. ശുശ്രൂഷ ചെയ്യുന്നവരോട് ഞാൻ പറയാം, സഭാ ശുശ്രൂഷ ചെയ്യുന്നവരോട് ഞാൻ അവരോട് പറയാം, ഒരു വ്യക്തി ആമേൻ നമ്മുടെ കൂടെ നിന്നേച്ച് അവരൊന്ന് മാറിയാൽ, ഒരല്പം മാറിപ്പോയാൽ, പിന്മാറ്റത്തിലായാൽ നമ്മുടെ ഹൃദയം വല്ലാതെ കലങ്ങും. ഞങ്ങൾ സഭാ ശുശ്രൂഷ ചെയ്യുന്നവരായോണ്ട് എനിക്കറിയാം, ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരായോണ്ട് അറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പക്ഷേ അപ്പോഴും മനസ്സ് വല്ലാതെ കലങ്ങുമ്പോൾ ഞാൻ കർത്താവിനോട് പറയുന്നൊരു ആമേൻ വാക്കുണ്ട്, കർത്താവെ, ആരൊക്കെ പോയാലും അങ്ങ് വിട്ടു പോകാതിരുന്നാൽ അതുപോലൊരു സന്തോഷം വേറെയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരൊക്കെ വ്യസനിപ്പിച്ചാലും, ആരൊക്കെ മാറി നിന്നാലും, ആരൊക്കെ സങ്കടപ്പെടുത്തിയാൽ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാൽ കൂടെ നിൽക്കുമെന്ന് അവസാനത്തോളം ആമേൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ വാക്ക് മാറിയാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവരൊക്കെ മാറിപ്പോകുമ്പോൾ ആ യേശു നമ്മുടെ സമ്പത്തായി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ യേശു നമുക്ക് സമ്പത്തായി കൂടെ ഉണ്ടെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിന് കഴിയത്തില്ല. അതുപോലെ നമ്മളെയും പരാജയപ്പെടുത്തുവാൻ ലോകത്തിന് കഴിയത്തില്ല. മനുഷ്യരൊക്കെ മാറും. ആരുടെ മുഖത്തെ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കണ്ട. കൂടെ നിൽക്കാമെന്ന് അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഭാര്യ മാറിപ്പോകുക. ആമേൻ. അവസാനം വരെ കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞ ഭർത്താവ് മാറിപ്പോകുക. ഹല്ലേലൂയ. പാസ്റ്ററിനെ അടിച്ചോട്ടിച്ചാലും ഞാൻ പോകുകയില്ലെന്ന് പറയുന്നവരൊക്കെ ആമേൻ മാറിപ്പോയെന്ന് വരാ. പക്ഷെ മാറിപ്പോകാത്തവരായി ഒരുവരേ ഉള്ളൂ, ആ കർത്താവിന്റെ നാമം യേശു മാത്രമേ. ഹല്ലേലൂയ. പത്രോസിന് മനസ്സിലായി, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് എൻ്റെ യേശു. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, 2 പടകും യേശുവിൻ്റെ മുമ്പിൽ വിലയില്ലാത്തതാ.
അതിൽ കിടക്കുന്ന മീനും വിലയില്ലാത്തതാ. രാത്രി മുഴുവൻ അധ്വാനിച്ച് രാവിലെ വന്ന് പത്രോസിന്റെ ചിന്ത, അയ്യോ കൂട്ടാൻ പോലും ഒന്നും കിട്ടിയില്ലല്ലോ. ആമേൻ, എൻ്റെ പടക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ത് കൊടുക്ക? ഒഴിഞ്ഞ പടകാണല്ലോ, ശൂന്യതയാണല്ലോ ജീവിതത്തിനകത്ത്, ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതയാണല്ലോ. ഇതായിരുന്നു പത്രോസിന്റെ ചിന്ത. പക്ഷെ പടക് മുഴുവൻ മീന് കിട്ടിയ പത്രോസിന്റെ ചിന്ത, ആമേൻ ഹല്ലേലൂയ, ആദ്യം ഇത് വിറ്റ് ആമേൻ ഹല്ലേലൂയ കുടുംബം പോറ്റാമെന്നായിരുന്നെങ്കിൽ തൊട്ടടുത്ത് പറയുക, അതിനേക്കാളും വലിയതൊന്നിനെ എൻ്റെ ഹൃദയത്തിനകത്ത് സ്വർഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആമേൻ വ്യക്തി ആരാന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ഒരു വെളിപ്പാടാണെങ്കിൽ ഞാൻ അതിൽ പിടിക്കുക. ഹല്ലേലൂയ. പത്രോസ് യേശുവിനോട് കൂടെ പോവുക. ഹല്ലേലൂയ. പത്രോസിന് പറയാനൊന്നുണ്ട്. ആമേൻ. അന്ന് കിട്ടിയപ്പോൾ വലിയ സമ്പത്താന്ന് വിചാരിച്ചതാ, പക്ഷെ എല്ലാം ഇട്ടേച്ചു പോന്നു. അതുകൊണ്ട് വെള്ളിയും പൊന്നൊന്നും കയ്യിലില്ല. ആവശ്യം വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. കർത്താവ് എല്ലാം നോക്കിക്കോളും. 5 അപ്പം കൊണ്ട് 7 അപ്പം കൊണ്ട് പോഷിപ്പിച്ചു. കരം കൊടുക്കാൻ വേണ്ടി മുഖത്തോട് മുഖം വന്ന് നോക്കുമ്പോൾ പത്രോസ് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി. പത്രോസ് നിൻ്റെ കരം എവിടെ? ഹല്ലേലൂയ. പത്രോസ് യേശുവിൻ്റെ മുഖത്തോക്കി നോക്കി. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ അതിനെ വിറ്റ് കുറച്ച് പൈസ എടുത്തോണ്ട് വാടാ പത്രോസേ എന്ന് കർത്താവ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ എന്തേലും എൻ്റെ പോക്കറ്റിൽ കാണുമായിരുന്നല്ലോ എന്നാണ് പത്രോസിൻ്റെ നോട്ടം. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, നിന്റെ നോട്ടത്തിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യുക, ഒരു ചൂണ്ട എടുത്തുകൊണ്ട് അങ്ങോട്ട് പൊക്കോ. ആമേൻ. അവിടെ ഒരാളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2 ആമേൻ നമുക്ക് 2 പേർക്കും ആമേൻ ഹല്ലേലൂയ ആമേൻ കരം കൊടുക്കാൻ ആവശ്യമായ ചതുർദ്രഹ്മ പണവുമായി ഒരുവൻ ഹല്ലേലൂയ ആമേൻ അകത്ത് വെയിറ്റിംഗ് ആണ്. നീ പോയാൽ മതി, ചൂണ്ട ഇട്ടേച്ചോ കൂടെ പോരും. ഹല്ലേലൂയ. ചെന്ന് ചൂണ്ട ഇട്ടു, കരവും കൊടുത്തു. ഹല്ലേലൂയ. ഒന്നും നിശ്ചയമായിട്ട് പത്രോസിനില്ലായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് കഴിഞ്ഞ ഉടനെ യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ക്രൂശിൽ തറച്ചു അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ പത്രോസ് എന്ത് ചെയ്യുന്നേ? വള്ളം വലയെടുത്തോണ്ട് പോകുന്നേ. പത്രോസിനോട് യേശു പറഞ്ഞു, എടാ പത്രോസ് നിന്നോട് ആരേലും പറഞ്ഞോ ഇപ്പോൾ വള്ളവും വലയെടുത്തോണ്ട് പോകാൻ? ഹല്ലേലൂയ. പത്രോസ് പറയാം, കർത്താവ് നാളത്തെ കാര്യം എങ്ങനെ നടക്കും? എൻ്റെ ചെലവെങ്ങനെ നടക്കും? ജീവിക്കണ്ടേ എനിക്ക്? ഹല്ലേലൂയ. യേശു പറയുക, കുറച്ച് ദിവസം ഉപവാസം എടുത്തോ, നേരെ കയറുക മാളിക മുറിക്കകത്ത്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വരെ ആമേൻ 120 പേർ ചേർന്ന ഒരു കാത്തിരിപ്പ്. ഹല്ലേലൂയ. അന്ന് വരെ യേശുവിനോട് കൂടെയായിരുന്നു പത്രോസ് നടന്നേ. ഹല്ലേലൂയ. കടലിൽ നിന്ന് മീൻപിടുത്തക്കാരൻ്റെ ലേബലിൽ നിന്ന് വിളിച്ചെടുത്ത് യേശുവിൻ്റെ ശിഷ്യൻ എന്നുള്ള ലേബലിൽ കർത്താവിൻ്റെ പുറകെ കൊണ്ട് നടക്കുക. കർത്താവ് മാറിക്കഴിഞ്ഞപ്പോൾ പത്രോസിനെ തിരിച്ചറിയാൻ ആർക്കും പറ്റുന്നില്ലെന്നേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ചെന്നിരുന്നേക്ക്, ഞാൻ ആ ലേബൽ അടിച്ചേ പുറത്ത് വിടുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആ ലേബൽ അടിച്ചിട്ടേ പുറത്തിറക്കുന്നുള്ളൂ. അതുവരെ അടങ്ങി ഒതുങ്ങി ആ മാളിക മുറിക്കകത്ത് ഇരുന്നോ. 120 പേർ ഇതുപോലൊരു മാളിക മുറിക്കകത്ത് കൂടിയിരിക്കുക. വചനം പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ അഗ്നിജ്വാല പോലെ പിളർന്ന അഗ്നിനാവ് പോലെ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. ഈ പതിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മകൻ വന്നു, കുറച്ച് നാളായി. ലൈവിലൂടെ സൗണ്ട് കേൾക്കണ്ടത് ആമേ. ഒരു വ്യക്തി വന്നു, പുള്ളിക്കാരൻ്റെ ഒരു പെങ്കൊച്ചിനോട് പ്രേമം മൂത്തിട്ട് നെഞ്ചിലങ്ങ് പച്ച കുത്തി. പുള്ളിക്കാരത്തിൻ്റെ പേര്, പുള്ളിക്കാരത്തി വേറെ മനുഷ്യനോട് പോയി. ഈ മനുഷ്യൻ ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇനി എങ്ങനെ മാച്ചാ പോകുക? സോപ്പിട്ട് കഴിയാ പോയി, എവിടെ നിന്ന് പോവാൻ? പാവം അതിൻ്റെ പുറത്ത് വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ ഈ വൈറ്റ്നർ ഇട്ട് മാറ്റത്തില്ലേ, അതുപോലെ വീണ്ടും ഒരിക്കലും പച്ച കുത്തിയിട്ട് ആ പേര് മറച്ചു വെച്ചേക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ആളിനോട് എന്തു പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അതങ്ങ് പതിപ്പിച്ചു വയ്ക്കുക, പിന്നെ അതിനെ എടുത്തു മാറ്റാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കത് ചെയ്യാൻ പാടില്ല. തിരിഞ്ഞേക്കരുത് ആ വഴിക്ക്. കർത്താവിന്റെ ലേബൽ ലോകത്തിന്റെ പച്ചകുത്തലല്ല, മറ്റൊരു കുത്തല, മറ്റൊരു എന്താ പറയാ
അതിനെ മറ്റൊരു പതിപ്പിക്കല. ഹല്ലേലൂയ. സ്വർഗം പറയും, ലോകത്തിന്റെ പേര് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിന്റെ നെറ്റിമേലൊരു മുദ്ര. ഹല്ലേലൂയ. നിന്റെ നെറ്റിമേലൊരു നാമം. ആ നാമം എന്താണെന്നറിയാമോ? യേശു എന്ന നാമം. യേശു എന്ന നാമം. യേശു എന്ന നാമം. ഹല്ലേലൂയ. പത്രോസിന് പറയാനൊന്നുണ്ട്. അന്ന് വരെ പേടിത്തൊണ്ടനായിരുന്ന, അന്ന് വരെ എടുത്തുചാട്ടക്കാരനായിരുന്ന, അന്ന് വരെ ലോകത്തിന്റെ മനുഷ്യനായിരുന്ന ഞാൻ, ആമേൻ, അതൊന്ന് പതിഞ്ഞു കഴിഞ്ഞപ്പോ, എന്റെ ലേബല് മാറി കഴിഞ്ഞപ്പോ ഞാൻ വ്യത്യാസമായി. കുറച്ചു ദിവസം മുമ്പ് വാക്കിന് വിലയില്ലാത്ത മനുഷ്യനായി യേശുവിനെ തള്ളി പറഞ്ഞേച്ച്, ഹല്ലേലൂയ, മാപ്പ് പറഞ്ഞേച്ച് വന്നിരിക്കുക പുള്ളി. വാക്കിന് വിലയില്ലാത്ത മനുഷ്യനായിരുന്നു പത്രോസ്. പക്ഷേ ആമേൻ, ആ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് താനൊന്ന് കയറി ഇറങ്ങിയപ്പോ വചനം പറയുന്നു, വാക്കിന് വിലയില്ലാതിരുന്ന പത്രോസിന്റെ നാമൻ നിഴലിന് പോലും വില വന്നു. ഹല്ലേലൂയ. താൻ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോ 3000 പേർ. ചുമ്മാതാണോ കർത്താവ് പറഞ്ഞേ മീൻ പിടിക്കുന്നവരായി നിർത്തത്തില്ല, മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന്? പുള്ളിക്കാരൻ്റെ ഒറ്റ വലയിടലിൽ എത്ര പേരെ കയറിയേ? 3000 പേർ. ഹല്ലേലൂയ. വലയ്ക്കകത്തല്ല, ക്രിസ്തുവിനകത്ത്. ഹല്ലേലൂയ. ആ വല ലോകത്തിന്റെ വലയല്ല. ചിലർ പറയും, അയ്യോ ഈ പെന്തക്കോസുകാരെല്ലാം കൂടെ ചെന്ന് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യന്മാരെ വലയിലാക്കുന്നു. ഇത് വലയിലാക്കുകയല്ല, ഇത് ക്രിസ്തുവിലാക്കുന്ന പരിപാടിയാ. ഹല്ലേലൂയ. ചിലർ പറയും, അയ്യോ നിങ്ങൾ മതത്തിലാക്കുകയല്ല, ഇത് ക്രിസ്തുവിലാക്കുന്ന പരിപാടിയാ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു ഒരു മതമല്ല, ക്രിസ്തു ഒരു വഴിയാ. എങ്ങോട്ടേക്ക്? സ്വർഗത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് കടക്കാനുള്ള വഴിയാ. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് പറയുക, അന്ന് വരെ മീൻപിടുത്തക്കാരനെന്നും ദുർവാശിക്കാരനെന്നും ആർക്കും ചെവി കൊടുക്കാത്തവനുമെന്നുള്ള ലേബലിനെ മാറ്റിയിട്ട് എൻ്റെ മേൽ ഒരു ലേബൽ വന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ധനമൊന്നും ഇല്ല കേട്ടോ. ഞാൻ 3.5 വർഷക്കാലം വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ നടന്നതാ. പക്ഷെ എനിക്ക് ലോകപ്രകാരമുള്ള യാതൊന്നും കിട്ടിയില്ല. പക്ഷെ അതിലും വലുതൊന്നും എനിക്ക് കിട്ടി. പത്രോസ് പറയാ, എന്ത് കിട്ടി? ഇന്ന് പകൽക്കാലം കർത്താവേ, പത്രോസിന് കൊടുത്തതുപോലെ അങ്ങേ എനിക്കൊന്ന് വേണമെന്ന് പറയണം ഇതിനകത്ത്. പത്രോസിന് പറയാനൊന്നുണ്ട്. ആമേൻ, ആമേൻ. വെള്ളി തന്നില്ല എനിക്ക്, പൊന്ന് തന്നില്ല, ഈ ലോകത്തിലെ സമ്പത്ത് എനിക്ക് തന്നില്ല. ആമേൻ. ലോകത്തിന്റെ ധനമൊക്കെ ആ അളവില്ല അന്ന് അവർ അളക്കുന്നേ. വെള്ളിയും പൊന്നുമല്ല യേശുവിന്റെ പിന്നാലെ നടന്നപ്പോ എനിക്ക് തന്നത്. അതിന് മേലായിട്ടൊന്നു തന്നു. അത് കാണാൻ ഒന്നുമില്ല. എന്റെ മേൽ മർക്കോസിന്റെ മാളികയിൽ വെച്ച് ഒരു പേര് എന്റെ മേൽ പതിപ്പിച്ചു, ഒരു നാമം എന്റെ മേൽ പതിപ്പിച്ചു. ആ നാമം യേശു എന്ന നാമമാ. ഹല്ലേലൂയ. യേശു എന്ന നാമമാ. ഹല്ലേലൂയ. അന്ന് വരെ കൂടെ കൊണ്ട് നടന്നതാ. പക്ഷെ എന്ന് എൻ്റെ മേൽ അത് ലേബലായി എഴുതിയോ, അന്ന് മുതൽ ഞാൻ വ്യത്യാസപ്പെടാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ വ്യത്യാസപ്പെടാൻ തുടങ്ങി. ആ മനുഷ്യനോട് പറയുക, നോക്ക, വെള്ളി എൻ്റെ കയ്യിലില്ല, പൊന്നെൻ്റെ കയ്യിലില്ല, പക്ഷേ അതിലും വലിയതൊന്നും എൻ്റെ കയ്യിലുണ്ട്. അതൊരു നാമമാ. എനിക്കുള്ളത് അത് മാത്രമാ. ഹല്ലേലൂയ. എനിക്കുള്ളത് അത് മാത്രമാ. ആ നാമം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ആ നാമം എൻ്റെ മേലുള്ളെടുത്തോളം അല്ല, ഈ ലോകത്തിന് നിനക്ക് തരാൻ കഴിയാത്തതിനെ നിനക്ക് തരുവാൻ എനിക്ക് കഴിയും. ഈ ലോകം നിന്റെ മുമ്പിൽ വിലക്കിയതിനെ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുവാൻ എനിക്ക് കഴിയും. ആമൻ. ഈ ലോകത്തിന് ആമൻ നിനക്ക് ഒരിക്കലും തരാൻ കഴിയാത്ത വിലയേറിയതൊന്നിനെ നിന്റെ കയ്യിലേക്ക് കൈമാറുവാൻ എനിക്ക് കഴിയും. ആ നാമം, അത് യേശുവിൻ്റെ നാമം. പത്രോസിന് അറിയാം, ആമേ, വെള്ളി കൊടുക്കുന്നതിനേക്കാൾ പൊന്നു കൊടുക്കുന്നതിനേക്കാൾ ഈ നാമത്തിൻ്റെ ശക്തി ഈ മനുഷ്യൻ്റെ കയ്യിലോട്ടൊന്ന് പതിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ നെറ്റിമേലൊന്ന് പതിഞ്ഞാൽ ഇന്നലത്തെ പോലായിരിക്കത്തില്ല. ഈ മനുഷ്യൻ്റെ ലേബൽ എന്തായിരുന്നു? ഈ മനുഷ്യൻ്റെ ലേബൽ മുടമ്പനെന്ന. ഈ മനുഷ്യൻ്റെ ലേബൽ എന്തായിരുന്നു? ഈ മനുഷ്യൻ്റെ ലേബൽ ഭിക്ഷക്കാരനെന്ന. പത്രോസ് പറയോ, ഞാനും ശൂന്യനായിരുന്ന അവസ്ഥക്കകത്ത് എൻ്റെ ജീവിതം ഹല്ലേലൂയ അവൻ മറ്റൊരു ലേബലിലായിരുന്നപ്പോ ഒരു സാധാരണ മീൻപിടുത്തക്കാരനെന്ന്, ദുർവാശിക്കാരനെന്ന്, തോന്നിയവാസിയെന്ന് ഉള്ള പേരിനകത്ത് നിന്ന് ഒരുവനെ ഞാൻ കണ്ടുമുട്ടി. അന്നേരം എനിക്ക് വേണ്ടി ഒരു പുതിയ ലേബൽ എന്റെ മേൽ തന്നു. അതെന്നെ മാറ്റി.
എൻ്റെ ജീവിതത്തിനകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ലേബലാത്. ആ ലേബൽ എന്നെ മാറ്റി. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ ലേബൽ മാറ്റത്തക്കണം നിന്നിലേക്കൊന്ന് പകർന്നു തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാ നാമം? യേശു എന്ന നാമം. പത്രോസിന് പറയാനൊന്നുണ്ട്, എല്ലാ നാമത്തിനും മേലായ നാമം, സർവമുഴങ്ങ മടങ്ങിയിടും നാമം, എല്ലാം യേശുവിൻ നാമം, എല്ലാം നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. ഈ നാമം അത്ഭുതത്തിന്റെ നാമമാ, ഈ നാമം അതിശയത്തിന്റെ നാമമാ, ഇത് അധികാരമുള്ള നാമമാ. ഹല്ലേലൂയ, ഇത് അധികാരമുള്ള നാമമാ. പത്രോസ് പറയാ, പത്രോസേ, അല്ലേ മനുഷ്യ, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഈ ലോകത്തിന്റെ സമ്പത്തൊന്നുമില്ല. അത് നീ എന്നിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടാൻ ഞാൻ അങ്ങനെ കൊടുക്കും. പക്ഷെ എനിക്ക് കിട്ടിയ അതിലും വിലയേറിയതൊന്നുണ്ട്. ഹല്ലേലൂയ, അത് യേശുവിൻ്റെ നാമമാ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പറയാൻ പറ്റും, കർത്താവേ എനിക്ക് അങ്ങയെ വേണം. നമ്മൾ പലപ്പോഴും പറയുന്നത്, കർത്താവേ എനിക്ക് ആമേൻ രോഗസൗഖ്യം, ആമേൻ എൻ്റെ കുടുംബത്തിനകത്തുള്ള സാമ്പത്തിക വിഷയത്തിന് പരിഹാരം, ആമേൻ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം, എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരം, ഇങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. പക്ഷെ ഞാൻ പറയാം, ഇതിനെല്ലാത്തിനും ഏക പരിഹാരമായ ഒരുവനുണ്ട്, ഒരു നാമമുണ്ട്, അത് യേശുവിൻ്റെ നാമമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റും. പത്രോസ് പറയുക, നിന്റെ നോട്ടം ശരിയായില്ല, ഞങ്ങളെ ഒന്ന് നോക്ക്. ഹല്ലേലൂയ. പോക്കറ്റിലോട്ട്, ലോക നന്മയിലോട്ട് നോക്കിയ ആമേൻ മനുഷ്യനോട് ഈ പത്രോസ് പറയുക, ഞങ്ങളെ ഒന്ന് നോക്ക്. നോക്കേണ്ടത് അങ്ങോട്ടാ, പോക്കറ്റിലോട്ടല്ല, നന്മയിലോട്ടല്ല. ഞങ്ങളിൽ വ്യാപരിക്കുന്നൊരു നാമമുണ്ട്, സർവത്തിനും മേലായ നാമം. ആ മേലായ നാമത്തിലോട്ടൊന്ന് നോക്ക്. ഈ നോട്ടം എങ്ങനത്തെ നോട്ടം അറിയാവോ? എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 12:2 ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് ഒന്ന് നോക്ക്. നിങ്ങൾ ഞങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ അതാ കാണേണ്ടേ. പത്രോസ് പറയാം, നീ ഞങ്ങളെ നോക്കുമ്പോൾ നീ അതാ കാണേണ്ടേ. എന്താ കാണേണ്ടേ? യേശുവിൻ്റെ നാമത്തെ കാണണം. ഇതിനകത്ത് ആ കർത്താവിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ട്, ആ ദൈവശക്തി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പത്രോസ് തന്റെ കൈയെ ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചിട്ട് ആമേൻ പിടിച്ചെഴുന്നേൽപ്പിക്കുക. നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ക്ഷണത്തിൽ ആ മനുഷ്യന്റെ നരിയാണികൾ ഉറച്ചു. ആ മനുഷ്യൻ എഴുന്നേറ്റ് തുള്ളി ചാടിക്കൊണ്ട് നടന്ന് അവരോട് കൂടെ ദൈവാലയത്തിലേക്ക് പോകുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ വന്നത് പല വിഷയങ്ങളോടെ ആയിരിക്കാം. നിങ്ങൾക്ക് ഒത്തിരി ആമേൻ വിഷയങ്ങളുണ്ടാകാം. സാമ്പത്തിക വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, ആമേൻ കുടുംബത്തിൻ്റെ വിഷയം, ഒത്തിരിയേറെ വിഷയങ്ങളുണ്ടാകാം. പക്ഷേ യേശുവിനെ നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യേശുവിനെ പരിചയമില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, ഈ ലേബൽ നിങ്ങളുടെ മേൽ വന്നാൽ ഇതൊരു ബ്രാൻഡ് നെയിമാന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പേര് കേൾക്കുമ്പോഴേ നമ്മൾ പറയത്തില്ല, ഇന്ന കമ്പനിയുടെ കാറാണെങ്കിൽ അത് കൊള്ളാം. ഹല്ലേലൂയ. ഇന്ന കമ്പനിയുടെ ഡ്രസ്സാണെങ്കിൽ അത് കൊള്ളാം. പെട്ടെന്ന് അവൻ മോശമായി, പെട്ടെന്ന് എന്ത് പറയാ, ഡാമേജ് ആകത്തില്ല, പെട്ടെന്ന് അവൻ നശിച്ചു പോകത്തില്ല, ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന കമ്പനിയുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ, ഇന്ന കമ്പനിയുടെ റെഫ്രിജറേറ്റർ ആണെങ്കിൽ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? ഹല്ലേലൂയ. എവിടെ പോയാലോ ഇന്ന കമ്പനിയുടെ സാധനം മതി. മറ്റവർ പറയും അതിനേക്കാളും വില കുറഞ്ഞ, അല്ലെങ്കിൽ അതിനേക്കാൾ അതേ ക്വാളിറ്റിയുള്ള അവൻ ഇന്ന കമ്പനിയുടെ സാധനം ഒന്നുകൂടെ ബെനിഫിറ്റ് ആണ്. സെയിൽസ്മാൻമാരെന്ത് പറയും? അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ് അവർ പരിചയപ്പെടും. നമ്മളെന്ത് പറയും? ഇന്ന കമ്പനിയുടെ സംഭവം മതി. കാര്യം നമുക്കറിയാം അതിൻ്റെ ഗുണം എന്താന്ന്. ഈ ലോകത്തിലെ മറ്റേത് കമ്പനിയെക്കാളും, മറ്റേതൊരു നാമത്തെക്കാളും നമ്മൾ പറയും, അയ്യോ ഇന്ന വിഷയം വരുമ്പോൾ ഈ ലോകത്തിൽ അവൻ ഇന്നയാൾ എൻ്റെ ബന്ധുവാ, ഇന്നയാൾ എനിക്ക് കൂട്ടാ, ഇന്നയാളിനെ ഞാൻ വിളിക്കും. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ, ആമേൻ. അതിലെല്ലാത്തിനും മേലായൊരു നാമമാ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. ഒരിക്കലൊരു കർത്താവിൻ്റെ അഭിഷിക്തൻ ഒരു അനുഭവം ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഒരു അമ്മ
തൻ്റെ മകൻ്റെ വിഷയവുമായിട്ട് ഈ അഭിഷിക്തൻ്റെ അടുക്കൽ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വാസ്തവമായിട്ട് ഓർമ്മ, ഞാൻ സാക്ഷ്യം കേട്ടിട്ടുള്ളതാണ്. ഒരമ്മ ഒരു മകൻ്റെ വിഷയം, ആ മകനെ ചുമ്മാ അതൊരു കള്ളക്കേസിൽ കുടുക്കി ഒരു പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അമ്മയ്ക്ക് മനസ്സിലായി ഇത് വെറുതെയാ. മോൻ പറഞ്ഞു, അമ്മ വെറുതെയാ, ഞാനതിലൊന്നും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ജാമ്യമില്ലാത്തതുപോലെ വകുപ്പുകൾ ചുമത്തി ഈ മനുഷ്യ ഈ മകനെ പിടിച്ചുകൊണ്ട് അകത്ത് പോയി. ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഈ അഭിഷിക്തൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇത്രയും പരിചയമുള്ള ആളാണല്ലോ, ലോകത്തിൽ ഒത്തിരി പേര് രാഷ്ട്രീയക്കാരെയൊക്കെ പാസ്റ്റർക്ക് പരിചയം കാണുമല്ലോ, ഒന്ന് ആരെയെങ്കിലും വിളിച്ച് പറയുമോ? എൻ്റെ മകനത്തെ നല്ല പേരുള്ളൊരു ദൈവദാസന, ഞാൻ ഇവിടെ ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാനിങ്ങനെ കേട്ടതാണ്. പാസ്റ്റർ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഇന്ന ആൾക്കാരെയൊക്കെ പാസ്റ്റർക്ക് അറിയാമല്ലോ, പാസ്റ്റർ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എൻ്റെ മകനെ അവർ വെറുതെ വിടും, അവൻ കുറ്റക്കാരനല്ല. പാസ്റ്റർ പറഞ്ഞു, ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. പാസ്റ്റർ ആരെയും വിളിക്കാൻ പോയില്ല, നേരെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി വെച്ച് കർത്താവിനോട് വിഷയം പറഞ്ഞു. ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ മോൻ വീട്ടിൽ വന്നു. അമ്മ സന്തോഷത്തോടെ മോനെ കൊണ്ട് ഹല്ലേലൂയ പാസ്റ്ററുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ റെക്കമെൻഡേഷൻ എന്തായാലും ഫലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. അവർക്ക് ആള് മാറി പിടിച്ചോണ്ട് പോയതാ, അതുകൊണ്ട് മോനെ തിരിച്ചു വിട്ടു. ഹല്ലേലൂയ. പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഏത് ആളെ വിട്ടാ പാസ്റ്റർ റെക്കമെൻഡേഷൻ? അടുത്ത് വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതിയല്ലോ. ഏത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് റെക്കമെൻഡേഷൻ ഞാൻ ഒരൊറ്റ ആളെ ഉള്ളൂ, അത് മേളിലുള്ള ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. ആ നാമം വന്നാൽ അതിനെ തടയുവാൻ ലോകത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പറയുമായിരിക്കാം, ഒത്തിരി ഉയർന്നവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, ഒത്തിരി സാഹചര്യങ്ങൾ, എൻ്റേതായിട്ടുള്ള ഒത്തിരി മേഖലകൾ എനിക്ക് വേണ്ടി ഓപ്പണാണ്, എനിക്ക് വേണ്ടി സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഞാൻ പറയാം, സാധ്യത ഉണ്ടേലും ഇല്ലേലും ഈ നാമത്തിനൊപ്പം പറയാൻ വേറൊരു നാമവുമില്ല. ഈ നാമത്തിനൊപ്പം പറയാൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ പറ്റുമോ? കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ എൻ്റെ ലേബൽ ഇന്ന് പകൽക്കാലം മാറണം. ആമേൻ. പത്രോസ് എന്താ ചെയ്തേ? തൻ്റെ മേൽ കിടന്ന ലേബലിനെ ആ മനുഷ്യനും കൂടെ പകുത്തു കൊടുക്കുക. ഇന്ന് ആ ലേബലിനകത്ത് കയറണം. ആ ലേബൽ നിങ്ങളുടെ മേൽ പതിയണമെങ്കിൽ പുറവും അകവും ഒരുപോലെ അവനുള്ളതായി തീർന്നേ പറ്റത്തുള്ളൂ. പുറവും മുഖവും ഒരുപോലെ. കർത്താവേ, എനിക്കങ്ങേ വേണം, എനിക്കങ്ങയുടെ നാമം വേണം, എനിക്കങ്ങയുടെ നാമത്തിന്റെ ശക്തി വേണം. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി, അങ്ങയുടെ നാമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു പറയുന്നു. ആ നാമം നിങ്ങളുടെ മേൽ വന്നാൽ, ആ ലേബൽ നിങ്ങളുടെ മേൽ വന്നാൽ, ഞാനൊരു കാര്യം പറയാം, ഇന്ന് നിങ്ങളുടെ പേര് രോഗി എന്നായിരിക്കും. അയ്യോ ഇന്ന രോഗം വഹിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോഴേ പറയും, എന്തു പറ്റി, ഇന്ന രോഗമാണോ? അവർ 3 പേരോട് പറയും, ഇയാൾക്ക് ഇന്ന രോഗമാണ്. ഹല്ലേലൂയ. സാമ്പത്തികമായ ബാധ്യതയായിരിക്കാം, ഹല്ലേലൂയ. കടക്കാരെന്നുള്ള ലേബലിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നേ. ശൂന്യനായി പോയ വ്യക്തിയായിരിക്കാം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം, ആരും കൂടെ നിൽക്കാനില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യേശു എന്ന ലേബലിനകത്തോട്ട്, യേശു എന്ന നാമം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ആ നാമ മുൻപിൽ കീഴടങ്ങാത്ത ഒരു വിഷയങ്ങളുമില്ല. ആമേൻ. ഹല്ലേലൂയ. തകർന്നുപോയ മണ്ഡലങ്ങളെ പണിയുവാൻ ആ നാമം മതിയായ നാമം. ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തെ പണിയുവാൻ ആ നാമം മതിയായ നാമം. അവൻ തകർന്നുപോയ നിന്റെ സാമ്പത്തികത്തെ പണിയുവാൻ ആ നാമം മതിയായ നാമം. അവൻ രോഗിയെ നിന്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ ആ നാമം മതിയായ നാമം. ഇനി ചിലരെ കർത്താവിന് വേണം ഈ നാമം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ. നിങ്ങൾ പറയുമാതിരി, കർത്താവ് ഞാൻ ആ ലേബൽ പ്രാപിച്ച വ്യക്തിയാ, ആ ലേബൽ എൻ്റെ മേലുണ്ട്. കർത്താവ് പറയാ, വെച്ചിട്ട് മിണ്ടാതിരിക്കാനല്ല, ചില സ്ഥലങ്ങളിലേക്ക് ഈ നാമവുമായി ഞാൻ നിന്നെ അയക്കാൻ പോവുക. നിന്നെ ആയിരിക്കുന്ന ദേശത്തിനകത്ത് ഈ നാമവുമായി ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് ഈ നാമവുമായി ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ചില നിന്നെ നോക്കി തകർത്ത് കളയുമെന്ന് വാദിക്കുമ്പോ, ഇന്ന് പകൽക്കാലം ചില ആഭിചാര മണ്ഡലങ്ങളെ വിറപ്പിക്കുന്ന ദൈവ സാന്നിധ്യം അവൻ ചുമന്നുകൊണ്ട് പോകാൻ, ചില ദേശങ്ങളെ അടക്കി വാഴുന്ന ഭൂതമണ്ഡലങ്ങളെ ജയിപ്പാൻ, ഒരു അഭിഷേകത്തെ ചുമക്കുവാൻ സ്വർഗം ഇതിനകത്തുനിന്ന് ചിലരെ കാണുക.
Shabala Turababa, Laturaba Lamtaraga, Ledarala Terragalava, Shamda Ragaladura, Abhishekatina Sanitya, in the Pagalkalam Chalikiga, Abhishekatina Shaki, in the Pagalkalam Chalikiga, Nina Vilisha Summa Allah, Nina Horinaga to Etel Verde Allah, or a Pudi Abhishekatore, or a Pudi Lebalone, Shabala Durababa, or a Pudi Shatiore, Divasaman in a Pigana. Shala Thara La Durababa, La Tereza Regal Amduraba, Abhishekatina Sanitya, in the Pagalkalam Chaligade, Sila Kudamal, Karakana Level, Sargam in the Pagalkala Marjade. Shababala Durabala Duraba, Shamda Ragala Darada, Le Tere Bala Shaduraba. Horabala Shadara Sorgam Chayamboga, Etaparangatawe, Endeme, Shaktiode, Anamam in the Pagalkalam Padianam. Amam in the Pagalkalam Padianam. In the label Maran. I'm a Pishayut in the label. I'm a Logamit in the label. Chudabala Terebala Shamdaraba. Abhichara Mandalang, it in the label. I'll call it in the label. Adu Marana, Eri Karta in a Vahikanava, in a Karnava, yes, in Arya Takavana, in a Karnava, Avatiasa Manasila Katakavana, they were in the Mahota, Yendu very proud of the Marayana, in the Pagalkalam, El Pichonica, Asadana, Deva Shaki, and the Malaga Muril, I'm Iragi Vamna, Idin Agat Chelikiva, Sorkat in Umeokivan. Seriously, I don't know. Sorka Midinaga, they didn't begin. Aurabala, Teraba, Shamdu Ragala, Patrosa Imna, Niaka Vela Latavana, Nipara in the Wakin wall in Vela, Sargam Baraya, in the Wakin Shaktivera, in the Niel Shaktivera, the Kartavan and Nelcamo, Amen, the Kartavan and the Shatan Nilcamo, Nilude, or a good Tamere, this woman like very Sadikua, Sargatil Batalianda, El Pichuano, then a Sarga Umaya Camo. Shabala Turabala Bashataragalaba Ramtaralaga, a orange solid in a system. Ningala Kurcher Devatilla Patalionda, Ningala Deshatinagata, Ningala Irikina Mandala Tinagata, Sorgam Ningala Ubayogika, Shida Vishangla Sorgam Ningade Adikaleki Wonduveria, Ni Pratik in the Vecti Ananda, Piricharanita, in the Ningala Deshatinagata, Ningala Edo Pay Larino and Kariatilla, but a wide in the Nalagal, a Vecti or the Praticha, Sorgatin or Vidalanda. Kartavinu Stanavadi, Sorgam in Nartamboga, Devatina Shaki, in the Pagalkala, Minakuendi, in the Pavanat Nagatakimola, Sorgam Ayakila, Chile Vidalagale, Atma Vinakato, in the days of the Madavil, Nina Sanchamo. Shabala Durababa, Ledarala Duraba, Ramda Ragala Durada, Shede Rebala Duraba, Shamda Ragala, Abhisheka to the Sanitya, Abhisheka to the Shaki, Abhisheka to the Shaki, in the Pagalkala Pagala. Durabala Terebala Shamduraba, La Tarala Dere, Rabala Durada Ragala Ramda Rabala, Shataraba Lamderega, Le Tereba, Abhisheka to the Sanitya, Chilena Avastagala Macha, in the Mundil Veche Adur Varamugale, Sorgam Breki Amoga, Mundil Veche Adur Varamugale, Sorgam Breki Amoga. Shabala Turabala, Letaraba, Akunya Dekal Nilkana, Amen Abekti Adasana, I'm a Devatina Barriga, Ningala Kursa Devatin Wadia Patalianda, Pacha Wodukan Dakavana, Nalla Vendibili, I'm a Nala pardon Odukan Sramikimo, Sorgam Barriga, Chile Adur Varamugala, Pedichita, Adeshatinagata, I'm Nilkana Mandala Tinagata, Adrigala Vishala Makuna Ranipava, Rabala Turaba, Adriga Sorgam Vishala Makan. നിങ്ങളുടെ ബൗണ്ടറീസിനെ നിങ്ങളുടെ കാണുക അവൻ ചുരുങ്ങിയ ഇടുങ്ങിയ ഒരു അതിർവരമ്പിനകത്തുനിന്ന് വേഗത്തിൽ മാറ്റി മാറ്റി അതിർ വിസ്താരമാക്കുന്നത് പോലെ ഒരു അനുഭവം എന്റെ കണ്ണിൽ കാണുക. സ്വർഗം ചില അതിരുകളെ വിശാലമാക്കാൻ പോവുക. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതികൾ ആമേൻ ശക്തിയോടെ ആ ദേശത്തിനകത്ത് നിൽക്കുന്ന മണ്ഡലത്തിനകത്ത് സ്വർഗം വെളിപ്പെടുത്താൻ പോവുക. Shabala Durababa, Leta Rada Ramdu Regala, Shate Rabal Amdu Regalaba, Abhisheka to the Tirade, Abhisheka to the Shaki Arangade, Chile Yurut in the Mandalang, the Kadurva and Bidambo, Adina Particular, Asadanama, Abhisheka, Sarkab in the Pagalkala, Ninganabel Pagariga, receive the fire of Jesus.
തീ പോലെ ചലിക്കുന്ന ദൈവശക്തി വഹിച്ചുകൊണ്ട് പോകട്ടെ. ആ ബാക്ക് അറ്റത്ത് വൈറ്റ് സ്കാർഫ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ മകൾ, ആമേൻ, സ്വർഗം നിങ്ങളെ തൊടുക. പല വിഷയങ്ങളും നിങ്ങൾ വല്ലാതെ ഒതുക്കുന്നുണ്ട്, പല വിഷയങ്ങളും നിങ്ങൾ വല്ലാതെ ഒതുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക, ചില മണ്ഡലങ്ങൾക്കകത്ത് നിങ്ങളെ വ്യസനിപ്പിച്ച് ഒതുക്കുന്ന ചില വിഷയങ്ങളോട് സ്വർഗം ഇന്ന് പകൽക്കാലം ഇടപെടാൻ പോവുക. സ്വർഗം ഇന്ന് പകൽക്കാലം ഇടപെടാൻ പോവുക. ആമേൻ. ശത്രു വെച്ചേക്കുന്ന ആമേൻ ചില തടസ്സങ്ങളെ ഓവർകം ചെയ്ത് അതിന് പുറത്തുനിന്ന് ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് അവൻ നോക്കണ്ട. പക്ഷെ സ്വർഗം പറയുക, ഇന്ന് പകൽക്കാലം മുതൽ പറയുക, അവൻ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന്. കാരണം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ലേബലിനെ നയിക്കുക, ഒരു പുതിയ ലേബൽ. ചിലതിനകത്ത് ഒതുക്കപ്പെട്ടു പോയതിൻ്റെ നടുവിൽ നിന്ന്, ചില വ്യസനത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു പുതിയ ലേബൽ സ്വർഗം നിങ്ങൾക്ക് അയക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ പരാജയപ്പെട്ടു പോയ അതേ മണ്ഡലങ്ങൾക്കകത്തുനിന്ന് സ്വർഗം നിങ്ങളെ ലേബൽ മാറ്റി അവൻ തല ഉയർത്തി നിർത്താൻ പോവുക. കണ്ണുകൾ മൂടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. ഈ സമയം അസ്ഥി സംബന്ധമായി രോഗം അനുഭവിക്കുന്നവർ, തേയ്മാനം, ഡിസ്കുകൾ സംബന്ധമായി തേയ്മാനം സംബന്ധമായ സ്വസ്ഥത അനുഭവിക്കുന്നവർ, ഡിസ്ക് സംബന്ധമായ നടുവിന് അങ്ങനെയൊക്കെ ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തോ. സ്വർഗം നിങ്ങളെ തൊടാൻ പോവുക. മനുഷ്യന്റെ ശക്തിക്കല്ല, ദൈവത്തിന്റെ ശക്തിക്കായി. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തോ. അസാധാരണമായൊരു ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങുക. അസാധാരണമായൊരു ദൈവശക്തി. കണ്ണു തുറന്ന് നിൽക്കണ്ട. എല്ലാവരും കണ്ണടച്ചെന്ന് കഥാവിനോട് പറഞ്ഞ, കഥാവേ, എൻ്റെ ലേബൽ ഇന്ന് പകൽക്കാലം, ഇന്നലകളിൽ എൻ്റെ മേൽ കിടന്ന തകർച്ചയുടെ ലേബലുകൾ മാറണം. യേശു എന്ന നാമം അത് ശക്തിയോടെ എൻ്റെ മേൽ വരണം. യേശു എന്ന നാമം, യേശു എന്ന നാമം അത് ശക്തിയോടെ ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ വരണം. എത്ര പേർ പറയുന്നുണ്ട്? ഒരു അസാധാരണമായ ശക്തി എൻ്റെ ദേശത്തിനകത്ത് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനെ ചെയ്തെടുക്കുവാൻ. എൻ്റെ ദേശത്തിനകത്ത് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെ ചെയ്തെടുക്കുവാൻ. നിങ്ങൾ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പല മേഖലകൾക്കകത്തും അതിർവരമ്പുകൾ ഇടുന്നത് പോലെ ഒതുക്കപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലമുണ്ട്. ഈ ദിവസങ്ങൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായൊരു പ്രാർത്ഥനയുടെ റെലം ഓപ്പൺ ചെയ്യുക. എവിടെയൊക്കെയോ പിശാച് ഒതുക്കിക്കളയാൻ ശ്രമിച്ചതിന്റെ നടുവിൽ നിന്ന് ഒരു പുതിയ അനുഭവത്തോടെ, ഒരു പുതിയ ശക്തിയോടെ സ്വർഗം പുറത്തെടുക്കുക. ആമേൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, മുൻപിലേക്ക് വലിയൊരു യാത്രയുണ്ടെന്ന്. കഴിഞ്ഞിട്ടില്ല അസ്തമിച്ചെന്ന് പറയുന്ന നടുവിൽ നിന്ന് ഇനി കഴിഞ്ഞു, ഇനി എന്റെ സമയം കഴിഞ്ഞു എന്ന് പറയുന്ന നടുവിൽ നിന്ന് ആമേൻ മുൻപിലേക്കൊരു യാത്ര. സ്വർഗം അത് ചെയ്യുക. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തി അവൻ കുഴപ്പിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തുനിന്ന് സ്വർഗം പുറത്തെടുത്ത് തീയായി നിർത്തട്ടെ. ദൈവശക്തി ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ഉടച്ച് പുറത്തെടുക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. ദൈവിക സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങട്ടെ. ദൈവിക സ്വാതന്ത്ര്യം ചില മേഖലകൾക്കകത്ത് ഇപ്പോൾ ഇറങ്ങട്ടെ. ചില രോഗത്തിന്റെ ശക്തികൾ ശരീരത്തെ ബലഹീനമാക്കുമാറ്. ചില രോഗത്തിന്റെ ശക്തികൾ ശരീരത്തെ വല്ലാതെ ബലഹീനമാക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അതിന്മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുക. അഭിഷേകത്തിന്റെ സാന്നിധ്യം ചലികടെ. അസ്ഥി സംബന്ധമായി കിടക്കുന്ന ചില കേടുപാടുകളെ സ്വർഗം ഉടയ്ക്കുന്നു. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്കായി ചലിക്കുക.
4 ഭാഗത്തുനിന്നും കെട്ടി ഒതുക്കിയതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ ഒതുക്കി കളയത്തക്ക രീതിയിൽ ചില വെല്ലുവിളികൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വിരോധമായി കിടക്കുക. ഇത് പകൽക്കാലം സ്വർഗം നിങ്ങളെ ലേബൽ മാറ്റുക, നിങ്ങളുടെ ലേബൽ മാറ്റുക. കർത്താവിന്റെ നാമം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ സ്വർഗം വെക്കുക. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും മരിക്കുന്ന ചിന്തിച്ച മണ്ഡലങ്ങൾക്കകത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും മരിച്ചതാണ് നല്ലതെന്നാണ്. പക്ഷെ കർത്താവ് പറയുക, നിങ്ങളായിരിക്കുന്ന ദേശത്തിനകത്ത് കർത്താവിന്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ നിങ്ങളുടെ മേലൊരു അസാധാരണമായ ശക്തി, വ്യസനിപ്പിക്കുന്ന ചില രോഗങ്ങൾ, കെട്ടപ്പെട്ട കഴുതയെ പോലെ ഏതൊക്കെയോ മണ്ഡലങ്ങൾക്കകത്ത് ഒതുക്കപ്പെടുന്ന നിങ്ങളെ ഇന്ന് പകൽക്കാലം സ്വർഗം പുറത്തെടുക്കും. ശരീരത്തിന്റെ പിറകിൽ അവൻ വെല്ലുവിളിക്കുന്ന, ഈ ശരീരത്തിൽ വെല്ലുവിളിക്കുന്ന അവൻ പലവിധമായ രോഗങ്ങളെ ഞാൻ ശാസിക്കുന്നു. ചില രോഗാത്മ ബന്ധനങ്ങളെ ഈ ശരീരത്തിനകത്തുനിന്ന് പുറത്താക്കുക. എഴുതി മാറ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഹാൾ ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി ഇന്ന് പകൽക്കാലം ചലിക്കുക. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഇറങ്ങുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത്